എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. വരാൻ പോകുന്ന ASMന് വേണ്ടി നമ്മൾ തുടക്കം കുറിച്ച വീഡിയോ ക്ലാസ് സീരീസിൽ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്നിവിടെ നമ്മൾ ഒന്നാമതായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയുമായിട്ട് ഒരു പ്രതിരോധ ഉടമ്പടിയിൽ ഒപ്പിട്ട അയൽരാജ്യം ഏതാണെന്ന് വിളിക്കാം. ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഇന്ത്യയുമായിട്ട് പ്രതിരോധ ഉടമ്പടിയിൽ ഒപ്പിട്ട അയൽരാജ്യം ഏതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഉത്തരമായിട്ട് വരേണ്ടത് ശ്രീലങ്കയാണ്. ഏത് രാജ്യമാണ്? ശ്രീലങ്കയാണെന്ന് ആരും ഓർത്തിരിക്കുക. അപ്പൊ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയുമായിട്ട് പ്രതിരോധ ഉടമ്പടിയിൽ ഒപ്പിട്ട അയൽരാജ്യം ഏതാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ശ്രീലങ്കയാണ്. അപ്പൊ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയുമായിട്ട് പ്രതിരോധ ഉടമ്പടിയിൽ ഒപ്പിട്ട അയൽരാജ്യമാണ് ശ്രീലങ്ക. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് 2028 ഒളിമ്പിക്സ് നടക്കുന്നത് ലോസ് ആഞ്ചൽസിൽ വെച്ചിട്ടാണ്. ഈ ലോസ് ആഞ്ചൽസിൽ വെച്ച് നടക്കുന്ന ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മത്സര ഇനമാണ് ഇത് ക്രിക്കറ്റ് എന്ന് പറയുന്നത്. ക്രിക്കറ്റ് എന്താണ് ഈ ഒരു ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ പുരുഷ വനിതാ വിഭാഗങ്ങളായിട്ട് എത്ര ടീമുകളെ വീതം പങ്കെടുപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ 6 ടീമുകളാണെന്നാണ് ഓർത്തിരിക്കേണ്ടത്. എത്ര ടീമുകളാണ്? 6 ടീമുകളാണ്. അപ്പൊ 2028 ഒളിമ്പിക്സ് നടക്കുന്ന എവിടാന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ലോസ് ആഞ്ചൽസിൽ വെച്ചിട്ടാണ്. അവിടെ ക്രിക്കറ്റ് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ പുരുഷ വനിതാ ടീമുകളിലായിട്ട് 6 ടീമുകൾ വീതമാണ് അവിടെ ഉൾപ്പെടുത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ 6 ടീമുകളായിരിക്കും ഈ പറയുന്ന ഒളിമ്പിക്സിലെ പുരുഷ വിഭാഗത്തിലും അതുപോലെ തന്നെ വനിതാ വിഭാഗത്തിലുമായിട്ട് മത്സരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് മുംബൈ ഭീകരാക്രമണത്തിൽ 6 US പൗരന്മാർ ഉൾപ്പെടെ 166 പേരെ കൂട്ടക്കൊല ചെയ്ത കുറ്റത്തിന് അമേരിക്കയിൽ ശിക്ഷിക്കപ്പെടുകയും തുടർന്ന് 2023 ഇന്ത്യ നൽകിയ കൈമാറ്റ അഭ്യർത്ഥന പ്രകാരം US നിന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ച കുറ്റവാളിയുടെ പേര് ചോദിക്കാം. ഉത്തരമായിട്ട് വരേണ്ടത് തഹാവൂർ റാണയാണ്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം തഹാവൂർ റാണ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. തഹാവൂർ റാണ. അപ്പൊ നമ്മളോട് പരിചയപ്പെട്ട ചോദ്യം എന്താണ്? മുംബൈ ഭീകരാക്രമണത്തിൽ 6 US പൗരന്മാർ ഉൾപ്പെടെ 166 പേരെ കൊലപ്പെടുത്ത കേസിൽ അമേരിക്കയിൽ ശിക്ഷിക്കപ്പെടുന്നു. തുടർന്ന് 2023 ഇന്ത്യ നൽകിയ കൈമാറ്റ അഭ്യർത്ഥന പ്രകാരം US നിന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ച കുറ്റവാളിയാണ് തഹാവൂർ റാണ. ഈ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഔദ്യോഗിക വസതിയിൽ നോട്ടുകെട്ട് കണ്ടെത്തിയതിന് പിന്നാലെ ഡൽഹി ഹൈക്കോടതി ജഡ്ജി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത വ്യക്തിയാണെന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പേര് യശ്വന്ത് വർമ്മയാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഔദ്യോഗിക വസതിയിൽ നിന്ന് നോട്ടുകെട്ട് കണ്ടെത്തിയതിന് പിന്നാലെ ഡൽഹി ഹൈക്കോടതി ജഡ്ജി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത വ്യക്തിയാണ് യശ്വന്ത് വർമ്മ. ഇന്ന് നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് ഗൗരവ് എന്താണെന്നാണ് നമ്മൾ ഇനി അടുത്തായിട്ട് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഗൗരവ് എന്താണ്? ഗൗരവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദീർഘദൂര ഗ്ലൈഡ് ബോംബാണ്. എന്താണ് ഗൗരവ് എന്ന് പറയുന്നത്? നമ്മളിവിടെ പരിചയപ്പെടുന്ന ഈ ഗൗരവ് എന്ന് പറയുന്നത് ഒരു ദീർഘദൂര ഗ്ലൈഡ് ബോംബാണെന്ന് ആരും ഓർത്തിരിക്കുക. ദീർഘദൂര ഗ്ലൈഡ് ബോംബാണെന്ന് ആരും ഓർത്തിരിക്കുക. അപ്പൊ ദീർഘദൂര ഗ്ലൈഡ് ബോംബാണ് നമ്മളിവിടെ പരിചയപ്പെടുന്ന ഗൗരവ് എന്ന് പറയുന്നത്. ഇത് ആരാണ് വികസിപ്പിച്ചതെന്ന് വെച്ചാലോ, നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് DRDO ആണ്. DRDO ആണ് ഇത് വികസിപ്പിച്ചത്. അപ്പൊ അടുത്തിടെ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ദീർഘദൂര ഗ്ലൈഡ് ബോംബാണ് ഏതെന്ന് പറയുന്നത്? ഗൗരവ് എന്ന് പറയുന്നത്. എന്താണ്? ഗൗരവ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് വികസിപ്പിച്ച ആരാന്ന് വെച്ചാൽ DRDO ആണ് വികസിപ്പിച്ചത്. എന്താണ് ഗൗരവ് എന്ന് പറഞ്ഞാൽ? ദീർഘദൂര ഗ്ലൈഡ് ബോംബാണെന്ന് ആരും ഓർത്തിരിക്കുക. ദീർഘദൂര ഗ്ലൈഡ് ബോംബാണ് നമ്മളിവിടെ പരിചയപ്പെടുന്ന ഗൗരവ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് കക്കാടം പൊയിൽ കുരിശുമല ഇക്കോ ടൂറിസം സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മളിവിടെ പരിചയപ്പെടുന്നത് കക്കാടം പൊയിൽ കുരിശുമല ഇക്കോ ടൂറിസം ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കോഴിക്കോട് എന്നാണ്.
നമ്മുടെ കോഴിക്കോടാണ് ഇത് സ്ഥിതി ചെയ്യുന്ന കാര്യം ഓർത്തിരിക്കുക. കക്കാടംപൊയിൽ കുരിശുമല ഇക്കോ ടൂറിസം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. കക്കാടംപൊയിൽ കുരിശുമല ഇക്കോ ടൂറിസം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരമായിട്ട് വരേണ്ടത് കോഴിക്കോടാണ്. കക്കാടംപൊയിൽ കുരിശുമല ഇക്കോ ടൂറിസം എവിടെയാണ്? കോഴിക്കോടാണ്. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ക്രിസ്റ്റി കോവൻട്രി എന്നാണ് നമ്മുടെ ഉത്തരം. ആ പേര് ഓർത്തിരിക്കുക. ക്രിസ്റ്റി കോവൻട്രി എന്നാണ് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. എന്താണ് ചോദ്യം എന്ന് പറഞ്ഞാൽ, രാജ്യാന്തര ഒളിമ്പിക് സമിതിയുടെ രാജ്യാന്തര ഒളിമ്പിക് സമിതിയുടെ രാജ്യാന്തര രാജ്യാന്തര ഒളിമ്പിക് സമിതിയുടെ ഒളിമ്പിക് സമിതിയുടെ ഒളിമ്പിക് സമിതിയുടെ സമിതിയുടെ രാജ്യാന്തര ഒളിമ്പിക് സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിത. ഈ ഒരു ഒളിമ്പിക് സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്ത് എത്തുന്ന ആദ്യ വനിത ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം എന്താണ് ഇനി വരേണ്ടത്? ക്രിസ്റ്റി കോവൻട്രി എന്നാണ്. എന്താണ് പേര്? ക്രിസ്റ്റി കോവൻട്രി. ക്രിസ്റ്റി കോവൻട്രി എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ക്രിസ്റ്റി കോവൻട്രി രാജ്യാന്തര ഒളിമ്പിക് സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്ത് എത്തുന്ന ആദ്യ വനിതയാണ് ക്രിസ്റ്റി കോവൻട്രി എന്ന പേര് ഓർത്തിരിക്കുക. ക്രിസ്റ്റി കോവൻട്രി രാജ്യാന്തര ഒളിമ്പിക് സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയാണ് ക്രിസ്റ്റി കോവൻട്രി. നമ്മൾ അടുത്ത പരിചയപ്പെടുന്നത് അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന കുടുംബശ്രീ പദ്ധതിയുടെ പേരെന്താണ്? ജീവൻ ദീപം ഒരുമ എന്നതാണ് ഉത്തരം. ഇതൊരു കുടുംബശ്രീ പദ്ധതിയാണ്. ഇതൊരു കുടുംബശ്രീയുടെ പദ്ധതിയാണ്. ഇത് അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ്. ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. കേരള സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ്, അതേപോലെ തന്നെ കുടുംബശ്രീ, അതോടൊപ്പം ഇതിനോടൊപ്പം ചേരുന്ന ഇൻഷുറൻസ് കമ്പനിയാണ് LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇവരുടെ ഒരു സംയുക്ത പങ്കാളിത്തത്തിലാണ് ജീവൻ ദീപം ഒരുമ എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന കുടുംബശ്രീ പദ്ധതിയാണ് ജീവൻ ദീപം ഒരുമ എന്ന പദ്ധതി. ജീവൻ ദീപം ഒരുമ എന്ന് പറയുന്ന പദ്ധതി അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് ജീവൻ ദീപം ഒരുമ എന്ന് പറയുന്ന പദ്ധതി. ഈ ഒരു പദ്ധതിയിൽ കുടുംബശ്രീ, അതേപോലെ കേരള സ്റ്റേറ്റ് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ്, അതേപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീ, അതുപോലെ LIC, ഇവർ മൂന്നുപേരും ചേർന്നിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് ജീവൻ ദീപം ഒരുമ എന്ന് പറയുന്ന പദ്ധതിയാണ്. ജീവൻ ദീപം ഒരുമ എന്ന് പറയുന്ന പദ്ധതി അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന കുടുംബശ്രീ പദ്ധതിയാണ്. ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് കേരള സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പും കുടുംബശ്രീയും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും സംയുക്തമായിട്ടാണ്. കേരള സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ്, കുടുംബശ്രീ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സംയുക്തമായിട്ട് നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്, അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് ജീവൻ ദീപം ഒരുമ എന്ന പദ്ധതി. നമ്മുടെ ജാവലിൻ ത്രോയില് ഒളിമ്പിക്സിന് ഇരട്ട സ്വർണ്ണമൊക്കെ നേടിയിട്ടുള്ള, ആദ്യം പോയപ്പോൾ അദ്ദേഹത്തിന് സ്വർണം കിട്ടി, പിന്നെ വെള്ളിയാണ് കിട്ടിയത്. അദ്ദേഹത്തിന് പുതിയൊരു കോച്ച് വന്നിരിക്കുകയാണ്. നമ്മളെ നീരജ് ചോപ്രയുടെ പുതിയ കോച്ച് ആരെന്നാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. നീരജ് ചോപ്ര, അദ്ദേഹത്തിന്റെ പുതിയ കോച്ച് ആരെന്ന് ചോദിച്ചാൽ, പുതിയ കോച്ച് ആരാണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് യാൻ സെലൻസി ആണ്. ഉത്തരമായിട്ട് വരേണ്ടത് യാൻ സെലൻസി എന്ന പേര് ഓർത്തിരിക്കുക. യാൻ സെലൻസി എന്ന പേര് ഓർത്തിരിക്കുക. ആരാണ്? യാൻ സെലൻസി. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത് യാൻ സെലൻസി എന്നാണ്. യാൻ സെലൻസി. അപ്പൊ നീരജ് ചോപ്രയുടെ പുതിയ കോച്ചാണ് യാൻ സെലൻസി. ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവിന്റെ സ്മരണാർത്ഥം ശ്രീ ചിത്ര തിരുനാൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ നാഷണൽ അവാർഡ് ഉണ്ട്. അതിന് അർഹരായവര് 2024 ജയറാമാണ്. 2025 PR ശ്രീജേഷ്. അപ്പൊ 2024 ജയറാം,
2025 PR ശ്രീജേഷ് ആണ്. ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവിന്റെ സ്മരണാർത്ഥം ശ്രീ ചിത്ര തിരുനാൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ നാഷണൽ അവാർഡിന് അർഹരായത് 2024 ജയറാം, 2025 PR ശ്രീജേഷ്. ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവിന്റെ സ്മരണാർത്ഥം ശ്രീ ചിത്രതിരുനാൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ നാഷണൽ അവാർഡിന് അർഹരായത് 2024 ജയറാം, 2025 PR ശ്രീജേഷ്. നമ്മൾ അടുത്തൊരു ചോദ്യം നമ്മൾ പരിചയപ്പെടുന്നത് ഇന്ത്യൻ ഓഷ്യൻ ഷിപ്പ് സാഗർ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ത്യൻ ഓഷ്യൻ ഷിപ്പ് സാഗർ പദ്ധതിയുടെ ഭാഗമായിട്ട് 2025 ഏപ്രിൽ മാസത്തിൽ നമ്മുടെ കർണാടകയിലെ കാർവാർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഫ്ലാഗ് ഓഫ് ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ ഓഫ് ഷോർ പെട്രോൾ വെസലിന്റെ പേരാണ് INS സുനൈന. അപ്പൊ 2025 ഏപ്രിൽ 5-ാം തീയതി ഇന്ത്യൻ ഓഷ്യൻ ഷിപ്പ് സാഗർ പദ്ധതിയുടെ ഭാഗമായിട്ട് കർണാടകയിലെ കാർവാർ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഫ്ലാഗ് ഓഫ് ചെയ്ത ഇന്ത്യൻ നാവികസേന ഓഫ് ഷോർ പെട്രോൾ വെസലിന്റെ പേര് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് INS സുനൈന എന്നാണ്. എന്താണ്? INS സുനൈന എന്നാണ് പേര്. ഇന്ത്യൻ ഓഷ്യൻ ഷിപ്പ് സാഗർ പദ്ധതിയുടെ ഭാഗമായി 2025 ഏപ്രിൽ 5-ന് കർണാടകയിലെ കാർവാറിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഫ്ലാഗ് ഓഫ് ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ ഓഫ് ഷോർ പെട്രോൾ വെസലിന്റെ പേരെന്താണ്? INS സുനൈന എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. നമ്മൾ പരിചയപ്പെടുന്ന രണ്ട് പേരുകളാണ്. ഒന്നാമത്തെ പേര് ടിഗ്രാന, അടുത്തത് മിത്തൽ, ഭിവാനി ജില്ല. ഈ ഒരു പേര് ഈ അടുത്ത് വാർത്തയിലൊക്കെ ഇടം പിടിച്ചത് ഇത് ഹരിയാനയിലെ പ്രദേശമാണ്. ഇത് എവിടുത്തെ സ്ഥലമാണ്? ഹരിയാനയിലാണ്. ഹരിയാന പുരാവസ്തു സൈറ്റുകളായിട്ട് പ്രഖ്യാപിച്ച ഹരാപ്പൻ കാലഘട്ടത്തെ 2 സംരക്ഷിത പ്രദേശങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ട തിക്രാനിയും അതുപോലെ തന്നെ മിതത്തൽ, ഭിവാനി ജില്ല. അപ്പൊ നമ്മൾ പറഞ്ഞെന്താണ്? ഹരിയാന പുരാവസ്തു സൈറ്റുകളായിട്ട് പ്രഖ്യാപിച്ച ഹാരപ്പൻ കാലഘട്ടത്തെ 2 സംരക്ഷിത പ്രദേശങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ട ഈ തിക്രാനിയും അതുപോലെ തന്നെ മിതത്തൽ, ഇത് ഭിവാനി ജില്ലയിലാണ്. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടത് ഇത് ഹാരപ്പൻ കാലഘട്ടത്തിലെ 2 സംരക്ഷിത പ്രദേശങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ട തിക്രാനിയും മിതത്തലും. ഹരിയാനയിലാണെന്ന് ആരും ഓർത്തിരിക്കുക. ഹരിയാന പുരാവസ്തു സൈറ്റുകളായി പ്രഖ്യാപിച്ച ഹാരപ്പൻ കാലഘട്ടത്തെ 2 സംരക്ഷിത പ്രദേശങ്ങളാണ് തിക്രാന, മിതത്തൽ എന്നീ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അവിടെ നമ്മൾ പരിചയപ്പെടുന്ന ഷെർലി ബോച്ച്വേ കോമൺവെൽത്ത് സെക്രട്ടറി ജനറൽ ആയിട്ട് ചുമതലയേൽക്കുന്ന ആദ്യ ആഫ്രിക്കൻ വനിതയാണ്. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ട ഷെർലി ബോച്ച്വേ കോമൺവെൽത്ത് സെക്രട്ടറി ജനറൽ ആയിട്ട് കോമൺവെൽത്ത് സെക്രട്ടറി ജനറൽ ആയിട്ട് ചുമതലയേൽക്കുന്ന ആദ്യത്തെ ആഫ്രിക്കൻ വനിതയാണ് നമ്മളിവിടെ പരിചയപ്പെട്ട ഷെർലി ബോച്ച്വേ. അപ്പൊ ആരാണ് ഷെർലി ബോച്ച്വേ? കോമൺവെൽത്ത് സെക്രട്ടറി ജനറൽ ആയിട്ട് ചുമതലയേൽക്കുന്ന ആദ്യത്തെ ആഫ്രിക്കൻ വനിതയാണ് നാം ഇവിടെ പരിചയപ്പെട്ട ഷെർലി ബോച്ച്വേ. അപ്പൊ ഇതേപോലെ തന്നെ നമ്മൾ മറ്റൊരു പേര് പഠിച്ചിരുന്നു, പേര് മറക്കരുത്, ക്രിസ്റ്റി കൊവൻട്രി. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചൊരു പേരാണ് ക്രിസ്റ്റി കൊവൻട്രി. ആരാണ്? നമ്മുടെ ഇന്റർനാഷണൽ ഒളിമ്പിക് സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയാണ് ക്രിസ്റ്റി കൊവൻട്രി എന്ന പേര് ഓർത്തിരിക്കുക. ക്രിസ്റ്റി കൊവൻട്രി. ഇവിടെ നമ്മൾ പഠിച്ചത് ഷെർലി ബോച്ച്വേ കോമൺവെൽത്ത് സെക്രട്ടറി ജനറൽ പദവിയിലെത്തുന്ന ആദ്യത്തെ ആഫ്രിക്കൻ വനിതയാണ് നമ്മൾ പരിചയപ്പെട്ട ഷെർലി ബോച്ച്വേ എന്ന പേര് ഓർക്കുക. ഷെർലി ബോച്ച്വേ. അവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന സൈക്കി എന്ന് പറയുന്ന ഒരു പേരാണ്. ഇതൊരു ചിഹ്നഗ്രഹത്തിന്റെ പേരാണെന്ന് കാര്യം ഓർത്തിരിക്കുക. സൈക്കി എന്ന് പറയുന്നത് ഒരു ചിഹ്നഗ്രഹത്തിന്റെ പേരാണ്. ഭൂമിയിൽ നിന്ന് 37 കോടി കിലോമീറ്റർ അകലെ, ഭൂമിയിൽ നിന്ന് 37 കോടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സ്വർണവും ഇരുമ്പും നിക്കലും അടങ്ങിയ ഒരു ചിഹ്നഗ്രഹമാണ് നമ്മളിവിടെ പരിചയപ്പെടുന്ന സൈക്കി എന്ന് പറയുന്നത്.
അപ്പൊ സൈക്കി എന്ന് പറയുന്ന ഒരു ചിഹ്നഗ്രഹമാണ് ഭൂമിയിൽ നിന്ന് 37 കോടി കിലോമീറ്റർ അകലെ സ്വർണവും ഇരുമ്പും നിക്കലും ഒക്കെ അടങ്ങുന്ന ഒരു ചിഹ്നഗ്രഹത്തിന്റെ പേരാണ് സൈക്കി എന്ന് പറയുന്നത്. ഭൂമിയിൽ നിന്ന് 37 കോടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സ്വർണവും ഇരുമ്പും നിക്കലും അടങ്ങിയ ചിഹ്നഗ്രഹമാണ് സൈക്കി. കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ കലവൂരാണ്. ആലപ്പുഴ ജില്ലയിലെ കലവൂരാണ് സ്ഥിതി ചെയ്യുന്നത്. ആലപ്പുഴ ജില്ലയിലെ കലവൂരാണ് സ്ഥിതി ചെയ്യുന്നത്. കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ കലവൂരാണ്. 1974 അന്ന് മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനോൻ ആണ് ഇത് സ്ഥാപിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അപ്പൊ 1974 ഇങ്ങോട്ട് വരുമ്പോൾ 2024-25 ഈ ഒരു കാലഘട്ടത്തിൽ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന മരുന്ന് നിർമ്മാണ പൊതുമേഖലാ സ്ഥാപനം എന്ന് വെച്ചാൽ കേരളത്തിൽ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന മരുന്ന് നിർമ്മാണ പൊതുമേഖലാ സ്ഥാപനമാണ് നമ്മളിവിടെ പരിചയപ്പെട്ട കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആലപ്പുഴ ജില്ലയിലെ കലവൂരാണ് സ്ഥിതി ചെയ്യുന്നത്. 1974 മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ അച്യുതമേനോനാണ് പ്രസ്തുത സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത്. സംസ്ഥാനത്ത് സുവർണ ജൂബിലി ആഘോഷിക്കുന്ന മരുന്ന് നിർമ്മാണ പൊതുമേഖലാ സ്ഥാപനമാണ് കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ്. സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ കലവൂരാണ്. 1974 മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനോനാണ് പ്രസ്തുത സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത്. ഇത് നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് നാഷണൽ അക്രഡിറ്റേഷൻ ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറി. ഇവരുടെ ദേശീയ അംഗീകാരം ലഭിച്ച നാഷണൽ അക്രഡിറ്റേഷൻ ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറിയുടെ ദേശീയ അംഗീകാരം ലഭിച്ച കേരളത്തിലെ മണ്ണ് പരിവേഷണ ലാബ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് പത്തനംതിട്ട എന്നാണ്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം പത്തനംതിട്ട എന്നാണ്. അപ്പൊ നാഷണൽ അക്രഡിറ്റേഷൻ ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറിയുടെ ദേശീയ അംഗീകാരം ലഭിച്ച കേരളത്തിലെ മണ്ണ് പരിവേഷണ ലാബ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. അടുത്ത നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് വാഹനം നിരത്തിലൂടെ ഓടുന്നതിന് ചാർജ് ചെയ്യുന്ന ഡൈനാമിക് വയർലെസ് സംവിധാനം രാജ്യത്ത് ആദ്യമായിട്ട് പരീക്ഷിക്കുന്ന ജില്ല ഏതാന്ന് വെച്ചാൽ അവിടെ തിരുവനന്തപുരമാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ എന്താണ്? ഇലക്ട്രിക് വാഹനം നിരത്തിലൂടെ ഓടുന്നതിനനുസൃതമായിട്ട് ചാർജ് ചെയ്യുന്ന ഡൈനാമിക് വയർലെസ് സംവിധാനം രാജ്യത്ത് ആദ്യമായിട്ട് പരീക്ഷിക്കുന്ന ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. ഇലക്ട്രിക് വാഹനം നിരത്തിലൂടെ ഓടുന്നതിനനുസൃതമായിട്ട് ചാർജ് ചെയ്യുന്ന ഡൈനാമിക് വയർലെസ് സംവിധാനം രാജ്യത്ത് ആദ്യമായിട്ട് പരീക്ഷിക്കുന്ന ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. ഇനി നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ജൻ ഗൽസ എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. ജൻ ഗൽസ പദ്ധതിയുടെ പേര് ഓർക്കുക. ജൻ ഗൽസ എന്നാണ് പദ്ധതിയുടെ പേര്. ഇത് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ്. ആരുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്? കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ്. സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ വിശദമായ സർവേ നടത്തിയിട്ട് മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തിയിട്ട് പ്രൊഫഷണൽ പ്രോഗ്രാം ആക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തിയിട്ട് പ്രൊഫഷണൽ പ്രോഗ്രാം ആക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ജൻ ഗൽസ എന്ന് പറയുന്നത്. വയനാട്ടിലെ ഗോത്ര വിഭാഗമായിട്ടുള്ള പണിയരുടെ ഭാഷയിൽ ഗൽസ എന്ന വാക്കിന്റെ അർത്ഥം, ഈ ഗൽസ എന്ന് പറയുന്ന ഈ ഒരു വാക്കിന്റെ അർത്ഥം ഉത്സവം എന്നാണ്. ഉത്സവം എന്നാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ വയനാട്ടിലെ ഗോത്ര വിഭാഗമാണ് പണിയര്. അവരുടെ ഇടയിൽ ഈ പറയുന്ന ഗൽസ എന്ന വാക്കിന്റെ അർത്ഥം ഉത്സവം എന്നാണ്. നമ്മളിവിടെ പരിചയപ്പെട്ടത് ജൻ ഗൽസ എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ്. സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ വിശദമായ സർവേ നടത്തി മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാം ആക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയായ ജൻ ഗൽസയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത്. ജൻ ഗൽസ എന്ന് പറയുന്ന ആ ഒരു ഇതിലെ ഗൽസ എന്ന വാക്കിന്റെ അർത്ഥം വയനാട്ടിലെ ഗോത്ര വിഭാഗമായ പണിയരുടെ ഭാഷയിൽ ഉത്സവം എന്നാണ് ഗൽസ എന്ന വാക്കിന്റെ അർത്ഥം വരുന്നത്. കേരളത്തിലെ ഏറ്റവും വിലയുള്ള ഫാൻസി വാഹന നമ്പർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് KL 07D4007 ആണ്. KL 07D4007 ആണ് കേരളത്തിലെ ഏറ്റവും വിലയുള്ള ഫാൻസി വാഹന നമ്പർ.
കേരളത്തിലെ ഏറ്റവും വിലയുള്ള ഫാൻസി വാഹന നമ്പർ ഏതാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് KL07 D4007 ആണ്. KL07 D4007 KL07 D4007 KL07 D4007. അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് ആണവ അന്തർവാഹിനികൾ, അതുപോലെ തന്നെ യുദ്ധക്കപ്പൽ എന്നിവയ്ക്കായിട്ട് പുതിയ ഭൂഗർഭ നേവൽ ബേസ് വരാൻ പോകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ആന്ധ്രാപ്രദേശ് തീരത്താണ്. എവിടെയാണ്? ആന്ധ്രാപ്രദേശ് തീരത്താണെന്ന കാര്യം ഓർത്തിരിക്കുക. ആന്ധ്രാപ്രദേശ് തീരത്താണെന്ന കാര്യം ഓർത്തിരിക്കുക. ആണവ അന്തർവാഹിനികൾക്കും യുദ്ധക്കപ്പലുകൾക്കുമായി പുതിയ ഭൂഗർഭ നേവൽ ബേസ് നിർമ്മിക്കുന്നത് ആന്ധ്രാപ്രദേശ് തീരത്താണ്. നമ്മളോട് പരിചയപ്പെടുന്നതാണ് ആണവ അന്തർവാഹിനികൾക്കും യുദ്ധക്കപ്പലുകൾക്കുമായിട്ട് പുതിയ ഭൂഗർഭ നേവൽ ബേസ് നിർമ്മിക്കുന്നത് ആന്ധ്രാപ്രദേശ് തീരത്താണ്. ജൈവ ഇന്ധന ലഭ്യതയ്ക്കായിട്ട് 43 ലക്ഷം ഹെക്ടർ വനം വെട്ടിത്തെളിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ചോദിച്ചാൽ അത് ഇന്തോനേഷ്യയാണ്. നമ്മൾ പരിചയപ്പെടുന്ന പേര് ഇന്തോനേഷ്യ. എന്താണ്? ജൈവ ഇന്ധന ലഭ്യതയ്ക്കായിട്ട് 43 ലക്ഷം ഹെക്ടർ വനം വെട്ടിത്തെളിക്കാൻ ഒരുങ്ങുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ. ഇനി അടുത്തത് ഇന്റർനെറ്റ് വേഗത്തിൽ ലോക റെക്കോർഡ് സ്വന്തമാക്കിയ രാജ്യം എന്ന് ചോദിക്കാം. ഇന്റർനെറ്റ് വേഗതയിൽ ലോക റെക്കോർഡ് സ്വന്തമാക്കിയ രാജ്യമാണ് UAE ആണ് ലോക റെക്കോർഡ് സ്വന്തമാക്കിയത്. രണ്ടാം സ്ഥാനത്ത് വരുന്നത് ദക്ഷിണ കൊറിയയാണ് രണ്ടാം സ്ഥാനത്ത്. ഇനി മൂന്നാം സ്ഥാനത്താണ് ആര്? ചൈന വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഇന്റർനെറ്റ് വേഗതയാണ്. അപ്പൊ ഇന്റർനെറ്റ് വേഗതയിൽ റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഈ പറയുന്ന UAE. ഏറ്റവും കൂടുതൽ വേഗത UAE-യിലാണുള്ളത്. പിന്നെ രണ്ടാമത് ദക്ഷിണ കൊറിയ, മൂന്നാമത് ചൈന. അപ്പൊ ഇന്റർനെറ്റ് വേഗത്തിൽ ലോക റെക്കോർഡ് സ്വന്തമാക്കി UAE, രണ്ടാമത് ദക്ഷിണ കൊറിയ, മൂന്നാമത് വരുന്നത് ചൈനയാണെന്ന കാര്യം ഓർത്തിരിക്കുക. 2024-25 സാമ്പത്തിക വർഷത്തില് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക വളർച്ചാ നിരക്ക് കൈവരിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കും. ഉത്തരമായിട്ട് വരേണ്ടത് തമിഴ്നാടാണ്. 2024-25 വർഷത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാമ്പത്തിക വളർച്ചാ നിരക്ക് കൈവരിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. രണ്ടാം സ്ഥാനത്ത് വരുന്നത് ആന്ധ്രാപ്രദേശാണ്. രണ്ടാമത് വരുന്നത്. ഒന്നാം സ്ഥാനത്ത് വരുന്നത് തമിഴ്നാടാണ്, രണ്ടാം സ്ഥാനത്ത് ആന്ധ്രാപ്രദേശാണ്. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ടാണിത്. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 2024-25 സാമ്പത്തിക വർഷം എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സാമ്പത്തിക വളർച്ചാ നിരക്ക് കൈവരിച്ചത് തമിഴ്നാട്ടിലാണ്, രണ്ടാം സ്ഥാനത്ത് ആന്ധ്രാപ്രദേശിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2024-25 വർഷത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക വളർച്ചാ നിരക്ക് തമിഴ്നാട്ടിലും രണ്ടാമത് ആന്ധ്രാപ്രദേശിലുമാണ്. ബ്രിട്ടന്റെ ഫ്രെഡ് ഡാറിംഗ്ടൺ സാൻഡ് മാസ്റ്റർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്നൊരു ചോദ്യം ചോദിക്കാം. ഉത്തരം സുദർശൻ പട്നായിക്കിനാണ്. ഇന്ത്യക്കാരനായിട്ടുള്ള സുദർശൻ പട്നായിക്കിനാണ് ഈ ഒരു പുരസ്കാരം കിട്ടിയത്. അപ്പൊ ബ്രിട്ടന്റെ ഫ്രെഡ് ഡാറിംഗ്ടൺ സാൻഡ് മാസ്റ്റർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ബ്രിട്ടന്റെ ഫ്രെഡ് ഡാറിംഗ്ടൺ സാൻഡ് മാസ്റ്റർ പുരസ്കാരം ലഭിച്ചത് സുദർശൻ പട്നായിക്കിനാണ്. ആർക്കാണ്? സുദർശൻ പട്നായിക്കിനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ബ്രിട്ടന്റെ ഫ്രെഡ് ഡാറിംഗ്ടൺ സാൻഡ് മാസ്റ്റർ അവാർഡ്, ഇത് കൊടുക്കുന്നത് ബ്രിട്ടനാണ്. ആ പുരസ്കാരം കിട്ടിയിരിക്കുന്നത് സുദർശൻ പട്നായിക്കിനാണ്. നമ്മൾ അടുത്ത പരിചയപ്പെടുന്നത് ശാസ്ത്രീയ വ്യവസായിക ഗവേഷണ സമിതി നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസ് തദ്ദേശീയമായിട്ട് രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ച ഒരു വിമാനത്തിന്റെ പേരാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഈ വിമാനത്തിന്റെ പേരാണ് ഹൻസ 3 എന്നതാണ് വിമാനത്തിന്റെ പേര്. ശാസ്ത്രീയ വ്യവസായിക ഗവേഷണ സമിതി നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസ് വികസിപ്പിച്ചിട്ടുള്ള തദ്ദേശീയമായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു വിമാനത്തിന്റെ പേരാണ് ഹൻസ 3 എന്ന് പറയുന്നത്. ശാസ്ത്രീയ വ്യവസായിക ഗവേഷണ സമിതി നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസ് തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച വിമാനമാണ് ഹൻസ 3 എന്ന പേരിൽ അറിയപ്പെടുന്നത്.
അപ്പൊ എന്താണ് അൻസാ 3 എന്ന് പറഞ്ഞാൽ ഇതൊരു വിമാനമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അൻസാ 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു വിമാനമാണ്. ശാസ്ത്രീയ വ്യാവസായിക ഗവേഷണ സമിതി നാഷണൽ എയറോസ്പേസ് ലബോറട്ടറി തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത വിമാനമാണ് ഹൻസ 3. വഖഫ് ഭേദഗതി ബില്ല് നമ്മുടെ രാഷ്ട്രപതി എന്നാണ് ഒപ്പുവെച്ചത് എന്ന് ചോദിച്ചാൽ 2025 ഏപ്രിൽ മാസം 5-ാം തീയതിയാണ്. 2025 ഏപ്രിൽ മാസം 5-ാം തീയതിയാണ് വഖഫ് ഭേദഗതി ബില്ല് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവെച്ചത്. അതേപോലെ തന്നെ ഉമീദ് എന്ന പേരിലായിരിക്കും നിയമം അറിയപ്പെടുന്നത്. ഉമീദ് എന്ന പേരിലാണ് ഈ ഒരു നിയമം അറിയപ്പെടുക. വഖഫ് ഭേദഗതി ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2025 ഏപ്രിൽ 5-ന്. അതേപോലെ തന്നെ ഉമീദ് എന്ന പേരിലാണ് ഈ നിയമം അറിയപ്പെടുക. ജിയോളജിക്കൽ സർവേ രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ അലുമിനിയം അയിര് നിക്ഷേപം. രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ അലുമിനിയം അയിര് നിക്ഷേപം സ്ഥിരീകരിച്ചത് എവിടെയാണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമ്മളോട് പറയുന്നത് ജിയോളജിക്കൽ സർവേ രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ അലുമിനിയം അയിര് നിക്ഷേപം സ്ഥിരീകരിച്ചത് എവിടെയാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കാസർഗോഡാണ്. കാസർഗോഡ് കരടുക്ക എന്ന് പറയുന്ന സ്ഥലത്താണ്. കാസർഗോഡ് ജില്ലയിലെ കരടുക്ക എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഓർത്തിരിക്കുക, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ അലുമിനിയം അയിരിന്റെ നിക്ഷേപം സ്ഥിരീകരിച്ചത് നമ്മുടെ കരടുക്ക എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് കാസർഗോഡ് ജില്ലയാണ്. കരടുക്ക എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. 2 പക്ഷിസങ്കേതങ്ങളുടെ പേരാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. പോയിന്റ് കാലിബർ പക്ഷിസങ്കേതവും വടവൂർ പക്ഷിസങ്കേതം. പോയിന്റ് കാലിബർ പക്ഷിസങ്കേതം, വടവൂർ പക്ഷിസങ്കേതം. പോയിന്റ് കാലിബർ പക്ഷിസങ്കേതം, വടവൂർ പക്ഷിസങ്കേതം രണ്ടും സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് തമിഴ്നാട്ടിലാണ്. ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? തമിഴ്നാട്ടിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. തമിഴ്നാട്ടിലാണ് ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത്. ജന്തുജന്യ രോഗങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ICMR പഠനത്തിന്റെ ഭാഗമാക്കുന്ന തമിഴ്നാട്ടിലെ 2 പക്ഷിസങ്കേതങ്ങൾ എന്ന പേരിലാണ് ഇത് ഈ അടുത്ത് വാർത്തയിൽ ഇടം പിടിച്ചത്. അപ്പൊ ജന്തുജന്യ രോഗങ്ങളൊക്കെ കണ്ടെത്തുന്നതിനുള്ള ICMR പഠനത്തിന്റെ ഭാഗമാക്കുന്ന തമിഴ്നാട്ടിലെ 2 പക്ഷിസങ്കേതങ്ങളാണ് ഇത് പോയിന്റ് കാലിമർ പക്ഷിസങ്കേതവും വടവൂർ പക്ഷിസങ്കേതവും. ജന്തുജന്യ രോഗങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ICMR പഠനത്തിന്റെ ഭാഗമാകുന്ന തമിഴ്നാട്ടിലെ പക്ഷിസങ്കേതങ്ങളാണ് പോയിന്റ് കാലിമർ പക്ഷിസങ്കേതവും വടവൂർ പക്ഷിസങ്കേതവും. പോയിന്റ് കാലിമർ പക്ഷിസങ്കേതം, വടവൂർ പക്ഷിസങ്കേതം. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് ന്യൂ പാമ്പൻ ബ്രിഡ്ജ്. ഇത് പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്തത് 2025 ഏപ്രിൽ മാസം 6-ാം തീയതിയാണ്. 2025 ഏപ്രിൽ മാസം 6-ാം തീയതിയാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് നമ്മളിവിടെ പരിചയപ്പെടുന്ന ന്യൂ പാമ്പൻ ബ്രിഡ്ജ്. ഈ ന്യൂ പാമ്പൻ ബ്രിഡ്ജ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് 2025 ഏപ്രിൽ 6-ാം തീയതിയാണ്. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടത് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമായ ന്യൂ പാമ്പൻ ബ്രിഡ്ജ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് 2025 ഏപ്രിൽ 6-ാം തീയതിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് ന്യൂ പാമ്പൻ ബ്രിഡ്ജ്. ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി 2025 ഏപ്രിൽ 6-ാം തീയതി. ഇവിടെ നമ്മൾ ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഫോബ്സിന്റെ പട്ടിക പ്രകാരം 2025 പുറത്തു വന്ന ഫോബ്സ് മാസികയുടെ പട്ടിക പ്രകാരം എന്റർടൈൻമെന്റ് രംഗത്തെ ലോകത്ത് തന്നെ ഏറ്റവും സമ്പന്നയായിട്ടുള്ള വനിതയാരെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് വരുന്നത്. ഉത്തരം കിം കർദാഷിയൻ എന്നാണ് ഉത്തരമായിട്ട് വരിക. കിം കർദാഷിയൻ. ഇവിടെ നമ്മൾ പറഞ്ഞത് ഫോബ്സ് പട്ടിക പ്രകാരം എന്റർടൈൻമെന്റ് രംഗത്തെ ലോകത്തെ ഏറ്റവും സമ്പന്നയായ വനിതാ സെലിബ്രിറ്റിയാണ്. നമ്മുടെ ഉത്തരം കിം കർദാഷിയൻ എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. കിം കർദാഷിയൻ. ഫോബ്സ് പട്ടിക പ്രകാരം എന്റർടൈൻമെന്റ് രംഗത്തെ ലോകത്തെ ഏറ്റവും സമ്പന്നയായിട്ടുള്ള വനിതാ സെലിബ്രിറ്റിയാണ് കിം കർദാഷിയൻ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ദേശീയ മാരിടൈം ദിനാഘോഷത്തോടനുബന്ധിച്ച് കേന്ദ്ര തുറമുഖ മന്ത്രാലയം ഏർപ്പെടുത്തിയ സാഗർ സമ്മാൻ വരുണ പുരസ്കാരം നേടിയത് ആരെന്നാണ് നമ്മുടെ ചോദ്യം. നമ്മുടെ പുരസ്കാരം സാഗർ സമ്മാൻ വരുണ പുരസ്കാരം. സാഗർ സമ്മാൻ വരുണ പുരസ്കാരം. ഈ ഒരു പുരസ്കാരം നേടിയത് ആരാണ് എന്നാണ് നമ്മുടെ ചോദ്യം. 2025 ദേശീയ മാരിടൈം ദിനാഘോഷത്തോടനുബന്ധിച്ച് കേന്ദ്ര തുറമുഖ മന്ത്രാലയം ഏർപ്പെടുത്തിയ
സാഗർ സമ്മാൻ വരുണ പുരസ്കാരം നേടിയത് ക്യാപ്റ്റൻ രാജേഷ് ഉണ്ണിയാണ്. ആരാണ് ഈ ഒരു പുരസ്കാരം നേടിയത്? ക്യാപ്റ്റൻ രാജേഷ് ഉണ്ണി എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ക്യാപ്റ്റൻ രാജേഷ് ഉണ്ണി. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ദേശീയ മാരിടൈം ദിനാഘോഷത്തോടനുബന്ധിച്ച് കേന്ദ്ര തുറമുഖ മന്ത്രാലയം ഏർപ്പെടുത്തിയ സാഗർ സമ്മാൻ വരുണ പുരസ്കാരം നേടിയത് ക്യാപ്റ്റൻ രാജേഷ് ഉണ്ണിയാണ്. സാഗർ സമ്മാൻ വരുണ പുരസ്കാരം ക്യാപ്റ്റൻ രാജേഷ് ഉണ്ണി എന്ന പേര് ഓർത്തിരിക്കുക. നമുക്കറിയാം ലോകാരോഗ്യ ദിനം എന്താണെന്ന് വെച്ചാൽ ഏപ്രിൽ മാസം 7-ാം തീയതിയാണ്. ഏപ്രിൽ മാസം 7-ാം തീയതിയാണ് ലോകാരോഗ്യ ദിനം. ഈ ഒരു വർഷത്തെ പ്രമേയം എന്താണെന്ന് വെച്ചാൽ ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് എന്നാണ് പ്രമേയം. അപ്പോൾ 2025 ലോകാരോഗ്യ ദിനമായിട്ട് ആചരിച്ചത് ഏപ്രിൽ 7-ാം തീയതിയാണ്. ഈ ഒരു ദിവസത്തെ പ്രമേയം എന്ന് പറയുന്നത് ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ എന്നാണ്. ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ എന്നതാണ് നമ്മുടെ പ്രമേയം. ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് എന്നാണ് 2025 ഏപ്രിൽ 7-ാം തീയതി ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഇനി അടുത്ത് കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല എന്നാണ് ചോദ്യം. കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇടുക്കി ജില്ലയാണ്. ഇത് ഓൾറെഡി പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ്. അപ്പൊ ഇടുക്കി ജില്ലയാണ് കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇടുക്കി ജില്ലയിലാണ്. അവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ 2024 സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് നമ്മുടെ ചോദ്യം. വി മധുസൂദനൻ നായർ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. വി മധുസൂദനൻ നായർ എന്നാണ് ഉത്തരമായിട്ട് വരിക. അവിടെ പറഞ്ഞെന്താണ്? സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ 2024 സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് നമ്മൾ പരിചയപ്പെട്ടത്. വി മധുസൂദനൻ നായർ എന്നാണ് ഉത്തരമായിട്ട് വരിക. സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ 2024 സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായത് വി മധുസൂദനൻ നായരാണ്. അടുത്തത് കേരള സവാരി എന്താണെന്നാണ് പഠിക്കുന്നത്. സംസ്ഥാന സർക്കാർ പൊതുമേഖലയിൽ ആരംഭിച്ച ഓൺലൈൻ ഓട്ടോ, ടാക്സി, മെട്രോ, KSRTC, വാട്ടർ മെട്രോ ബുക്കിംഗ് എന്നിവയ്ക്കുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് കേരള സവാരി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ പൊതുമേഖലയിൽ ആരംഭിച്ചിട്ടുള്ള ഓൺലൈൻ ഓട്ടോ, അതുപോലെ തന്നെ ടാക്സി, മെട്രോ, KSRTC, വാട്ടർ മെട്രോ ബുക്കിംഗ് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് കേരള സവാരി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കേരള സവാരി? സംസ്ഥാന സർക്കാർ പൊതുമേഖലയിൽ ആരംഭിച്ച ഓൺലൈൻ ഓട്ടോ, ടാക്സി, മെട്രോ, KSRTC, വാട്ടർ മെട്രോ ബുക്കിംഗ് എന്നിവയുമായുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് കേരള സവാരി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്താണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രസതന്ത്ര മേഖലയിലെ ഗവേഷണ സംഭാവനകൾക്ക് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് നൽകുന്ന ഭട്നഗർ ഫെലോഷിപ്പിന് അർഹനായ ആദ്യ മലയാളി ആരെന്നാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യ മലയാളി രസതന്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ എ അജയ് ഘോഷ് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇവിടെ നമ്മൾ ഉത്തരം ഡോക്ടർ എ അജയ ഘോഷ് എന്നാണ് ഉത്തരം. ഡോക്ടർ എ അജയ ഘോഷ് എന്നാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തിയത് എന്താണ്? രസതന്ത്ര മേഖലയിലെ ഗവേഷണ സംഭാവനകൾക്ക് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് നൽകുന്ന ഭട്നഗർ ഫെലോഷിപ്പിന് അർഹനായ ആദ്യ മലയാളി രസതന്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഡോക്ടർ എ അജയ് ഘോഷ് എന്നാണ് ഉത്തരമായിട്ട് വരിക. രസതന്ത്ര മേഖലയിലെ ഗവേഷണ സംഭാവനകൾക്ക് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് നൽകുന്ന ഭട്നഗർ ഫെലോഷിപ്പിന് അർഹനായ ആദ്യ മലയാളി രസതന്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഡോക്ടർ എ അജയ് ഘോഷ് ആണ്. ആദ്യ മലയാളി രസതന്ത്ര ശാസ്ത്രജ്ഞനാണ് ആര്? ഡോക്ടർ എ അജയ് ഘോഷ് എന്ന പേര് ഓർത്തിരിക്കുക. ഡോക്ടർ എ അജയ് ഘോഷ്. രസതന്ത്ര മേഖലയിലെ ഗവേഷണ സംഭാവനകൾക്ക് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് നൽകുന്ന ഭട്നഗർ ഫെലോഷിപ്പിന് ആദ്യമായിട്ട് നമ്മുടെ ഒരു മലയാളി രസതന്ത്ര ശാസ്ത്രജ്ഞൻ അർഹനാവുകയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ഡോക്ടർ എ അജയ് ഘോഷ്. അടുത്തിടെ ശ്രീലങ്കയുടെ പരമോന്നത ബഹുമതിയായ മിത്ര വിഭൂഷണയ്ക്ക് അർഹനായത് ആരെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ശ്രീലങ്കയുടെ പരമോന്നത ബഹുമതിയാണ് മിത്ര വിഭൂഷണ. ശ്രീലങ്കയുടെ പരമോന്നത ബഹുമതിയാണ് മിത്ര വിഭൂഷണ. ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് നരേന്ദ്രമോദിയാണ്. ആരാണ്? നരേന്ദ്രമോദിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ അടുത്തിടെ ശ്രീലങ്കയുടെ പരമോന്നത ബഹുമതിയായിട്ടുള്ള മിത്ര വിഭൂഷണയ്ക്ക് അർഹനായത് നരേന്ദ്രമോദിയാണ്. അടുത്തിടെ ശ്രീലങ്കയുടെ പരമോന്നത ബഹുമതിയായ മിത്ര വിഭൂഷണയ്ക്ക് അർഹനായത് ആരെന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിയാണ് അടുത്തിടെ ശ്രീലങ്കയുടെ പരമോന്നത ബഹുമതിയായ മിത്ര വിഭൂഷണയ്ക്ക് അർഹനായത്.
അടുത്ത നമ്മൾ പരിചയപ്പെടുന്നു ന്യൂ ഷെപ്പാർഡ്. 6 വനിതകൾ അടങ്ങുന്ന സംഘത്തെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന ജെഫ് ബസോസിന്റെ ബ്ലൂ ഒറിജിന്റെ പേടകമാണ് ഈ പറയുന്ന ന്യൂ ഷെപ്പാർഡ് എന്ന് പറയുന്നത്. 6 വനിതകൾ അടങ്ങുന്ന 6 വനിതകൾ അടങ്ങുന്ന സംഘത്തെ ബഹിരാകാശത്ത് എത്തിക്കാനായിട്ട് ജെഫ് ബസോസിന്റെ സ്ഥാപനമാണ് ഏത്? ബ്ലൂ ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ഒരു പേടകമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ന്യൂ ഷെപ്പാർഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ജെഫ് ബസോസിന്റെ ബ്ലൂ ഒറിജിൻ അവരുടെ ഒരു ദൗത്യമാണ് ന്യൂ ഷെപ്പാർഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണിത്? 6 വനിതകൾ അടങ്ങുന്ന സംഘത്തെ ബഹിരാകാശത്തേക്ക് എത്തിക്കുക. ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ജെഫ് ബസോസിന്റെ ബ്ലൂ ഒറിജിന്റെ പേടകത്തിന്റെ പേര് ഓർത്തിരിക്കുക, ന്യൂ ഷെപ്പാർഡ് എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. 6 വനിതകൾ അടങ്ങുന്ന സംഘത്തെ ബഹിരാകാശത്തേക്ക് എത്തിച്ച ജെഫ് ബസോസിന്റെ ബ്ലൂ ഒറിജിന്റെ പേടകമാണ് ന്യൂ ഷെപ്പാർഡ്. ലോക ബോക്സിംഗ് കപ്പ് ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഹിതേഷ് ആണ്. ഇദ്ദേഹം ഈ പറയുന്ന ലോക ബോക്സിംഗ് കപ്പ് ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ഹിതേഷ്. ഇത് എവിടെ വെച്ചിട്ടാണ് ഈ ഫൈനൽ നടക്കുന്നത്? ബ്രസീലിൽ വെച്ചിട്ടാണ് നടന്നത്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ലോക ബോക്സിംഗ് കപ്പ് ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ഹിതേഷ്. ലോക ബോക്സിംഗ് കപ്പ് ഫൈനലിന്റെ വേദി ബ്രസീലാണ്. 2025 ഏപ്രിലെ കണക്ക് പ്രകാരം ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 127. ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ സ്ഥാനം എത്രയാണ്? 127. പുരുഷ ടീമിന്റെ സ്ഥാനം. ഒന്നാമത് വരുന്നത് അർജന്റീനയാണ്. രാജ്യമാണ് അർജന്റീനയാണ് ഒന്നാമത് വരുന്നത്. അപ്പൊ ഇവിടെ 2025 ഏപ്രിൽ മാസത്തിലെ കണക്ക് പ്രകാരം ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 127. അതേ സമയത്ത് ഒന്നാം സ്ഥാനത്ത് വരുന്നത് അർജന്റീനയാണ്. 2025 2024 പരിസ്ഥിതി ദിനാഘോഷ വേദി ഒന്ന് അറിഞ്ഞിരിക്കുക. പരിസ്ഥിതി ദിനാഘോഷ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് 2024 എവിടെയാണെന്ന് ചോദിക്കും. 2025 എവിടെയാണെന്നും അറിഞ്ഞിരിക്കണം. 2024 സൗദി അറേബ്യ റിയാദ് ഓൾറെഡി പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞു. റിയാദാണ്. ഇതെവിടെയാണ്? സൗദി അറേബ്യയിലാണ്. ഇനി 2025 ആയിരിക്കും ഇനി നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത. റിപ്പബ്ലിക് ഓഫ് കൊറിയ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് പരിസ്ഥിതി ദിനാഘോഷ വേദി 2024 റിയാദ് സൗദി അറേബ്യ, 2025 റിപ്പബ്ലിക് ഓഫ് കൊറിയ. അപ്പൊ 2025 റിപ്പബ്ലിക് ഓഫ് കൊറിയ ആണ്, 2025 റിപ്പബ്ലിക് ഓഫ് കൊറിയ, 2024 സൗദി അറേബ്യ. ഇനി UN കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദിയും അറിഞ്ഞിരിക്കണം. UN കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി നമുക്കിവിടെ UN കാലാവസ്ഥ ഉച്ചകോടി നമ്മൾ COP 29, COP 30. COP 29 നടക്കുന്നത് 2024 COP 30 നടക്കുന്നത് 2025 അപ്പൊ UN കാലാവസ്ഥ ഉച്ചകോടി 2024 നടന്നത് അസർബൈജാനിലെ ബാക്കു എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് 2025 എവിടാന്നാണ്. ഉത്തരമായിട്ട് വരേണ്ട ബ്രസീലിലെ ബെലേം എന്ന് പറയുന്ന സ്ഥലമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മളോട് പരിചയപ്പെട്ടതാണ് UN കാലാവസ്ഥ ഉച്ചകോടി. അതിൽ 2024 COP 29 അതിന്റെ വേദി അസർബൈജാനിലെ ബാക്കു ആണെങ്കിൽ 2025 COP 30 വേദി ചോദിച്ചാൽ ബ്രസീലിലെ ബെലേം എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പൊ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന് പരിസ്ഥിതി ദിനാഘോഷ വേദി 2025 റിപ്പബ്ലിക് ഓഫ് കൊറിയ, 24 സൗദി അറേബ്യ റിയാദ്. ഇനി UN കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി 2025 COP 30 നടക്കുന്നത് അത് ബ്രസീലിലെ ബെലേമിലാണ്. അതേസമയത്ത് COP 29 അത് നടക്കുന്നത് അസർബൈജാനിലെ ബാക്കുവിലാണ്. അപ്പൊ അസർബൈജാനിലെ ബാക്കു COP 29, അതേപോലെ തന്നെ ബ്രസീലിലെ ബെലേം COP 30. ഇത് ഓർത്തിരിക്കുക. ഇനി പരീക്ഷയ്ക്ക് ചാമ്പ്യൻ ട്രോഫി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ ചോദിക്കാം. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ ചാമ്പ്യൻ ട്രോഫി ക്രിക്കറ്റ് അതിന്റെ ഫൈനൽ മത്സരം നടക്കുന്നത് ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ്. എവിടെ വെച്ചിട്ടാണ്? ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ചാമ്പ്യൻ ട്രോഫിയുടെ ഫൈനൽ മത്സരം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണെന്ന് വെച്ചാൽ ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ്. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഇതിന്റെ ഫൈനൽ മത്സരം നടക്കുന്നത്.
ഈ ഫൈനൽ മത്സരം നടക്കുന്ന ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യയും അതേപോലെ തന്നെ ന്യൂസിലൻഡും തമ്മിലാണ്. ഇന്ത്യയും ആരൊക്കെ തമ്മിലാണ്? ന്യൂസിലൻഡും തമ്മിലാണ് നമ്മളിവിടെ പരിചയപ്പെട്ട ചാമ്പ്യൻ ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന്റെ ഫൈനൽ മത്സരം നടക്കുന്നത്. ഈ ഒരു മത്സരത്തിൽ കപ്പ് ഉയർത്തിയത് ആര് തന്നെയാണ്? നമ്മുടെ ഇന്ത്യയാണ് കപ്പ് ഉയർത്തിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയാണ് കപ്പ് ഉയർത്തിയത്. ഫൈനൽ മത്സരത്തിൽ ടൂർണമെന്റിന്റെ താരമായിട്ട് തെരഞ്ഞെടുത്ത ആരെന്നും അതേസമയം തന്നെ ഫൈനൽ മത്സരത്തിലെ താരമാരെന്നും നമുക്കിവിടെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ ഫൈനൽ മത്സരം നടക്കുന്നു, ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിൽ. അതിൽ ഫൈനൽ മത്സരത്തിലെ താരമായിട്ട് തെരഞ്ഞെടുത്ത് നമ്മുടെ ഇന്ത്യൻ ക്യാപ്റ്റനായിട്ടുള്ള രോഹിത് ശർമ്മേനെയാണ്. രോഹിത് ശർമ്മേനെയാണ് ഫൈനൽ മത്സരത്തിലെ താരമായിട്ട് തെരഞ്ഞെടുത്തത്. അതേസമയത്ത് ടൂർണമെന്റിലെ താരമായിട്ട് തെരഞ്ഞെടുത്തത്, മൊത്തം ടൂർണമെന്റ് പരിശോധിക്കുമ്പോൾ അവിടെ താരമായിട്ട് തെരഞ്ഞെടുത്തത് രച്ചിൻ രവീന്ദ്രനെയാണ്. ആരാണ്? രച്ചിൻ രവീന്ദ്രയാണ്. അദ്ദേഹം ന്യൂസിലൻഡ് താരമാണെന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ടൂർണമെന്റിലെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ആര് തന്നെയാണ്? രച്ചിൻ രവീന്ദ്ര തന്നെയാണ്. ടൂർണമെന്റിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ആരെന്ന് ചോദിച്ചാലോ, അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ന്യൂസിലൻഡിലെ മാറ്റ് ഹെൻറിയാണ്. ആരാണ്? മാറ്റ് ഹെൻറി എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. ഏത് രാജ്യമാണ്? ന്യൂസിലൻഡാണ് ആ ഒരു താരത്തിന്റെ രാജ്യം. 10 വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയത്. അപ്പോൾ ഇവിടെ കപ്പ് ഉയർത്തിയത് ഇന്ത്യയാണ്. ചാമ്പ്യൻ ട്രോഫി ക്രിക്കറ്റ് മത്സരം കപ്പ് ഉയർത്തിയത് ഇന്ത്യയാണ്. ഇതിന്റെ ഫൈനൽ മത്സരം നടന്നത് ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ്. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലായിരുന്നു ഫൈനൽ മത്സരം. അവിടെ ഏറ്റവും മികച്ച താരമായിട്ട് ഫൈനലിൽ തെരഞ്ഞെടുത്തത് രോഹിത് ശർമ്മയാണ്. എന്നാൽ ടൂർണമെന്റിലെ മികച്ച താരമായിട്ട് രച്ചിൻ രവീന്ദ്രനെയാണ് തെരഞ്ഞെടുത്തത്. അദ്ദേഹം തന്നെയാണ് ഈ ഒരു ചാമ്പ്യൻ ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത്. അതേസമയത്ത് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് മാറ്റ് ഹെൻറിയാണ്. എന്നാൽ ഈ ഒരു ചാമ്പ്യൻ ട്രോഫിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ചോദിച്ചാലോ, അത് പാകിസ്ഥാനാണെന്ന് കാര്യം ഓർക്കാം. പക്ഷെ ഇന്ത്യയുടെ മത്സരങ്ങൾ നടന്നത് എവിടെ വെച്ചിട്ടാണ്? UAE വെച്ചിട്ടാണ് ഇന്ത്യയുടെ മത്സരങ്ങളൊക്കെ നടന്നതെന്ന കാര്യം ഓർത്തിരിക്കണം. അപ്പൊ എത്ര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു ടൂർണമെന്റ് നടത്തുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ്. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ ഒരു ടൂർണമെന്റ് ഇപ്പോൾ നടത്തുന്നത്. ICC ചാമ്പ്യൻ ട്രോഫി 2025 ആദ്യ മത്സരം നടന്ന എവിടെയാണെന്ന് വെച്ചാലോ, അത് പാകിസ്ഥാനിലാണ്. പാകിസ്ഥാനിലെ നാഷണൽ സ്റ്റേഡിയം കറാച്ചിയിലാണ്. പാകിസ്ഥാനിലെ നാഷണൽ സ്റ്റേഡിയം കറാച്ചിയിലാണ് ആദ്യ മത്സരം നടന്നത്. കാരണം ഈ ഒരു മത്സരത്തിന് ആതിഥേയത്വം വഹിച്ചത് പാകിസ്ഥാനാണ്. പാകിസ്ഥാനും ന്യൂസിലൻഡും തമ്മിലായിരുന്നു ആദ്യ മത്സരം നടക്കുന്നത്. ഫൈനൽ മത്സരം നടക്കുന്നത് ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിൽ. അത് ഇന്ത്യ വിജയിക്കുന്നു, ചാമ്പ്യൻ ട്രോഫി കപ്പ് ഉയർത്തുന്നു. ആരാണ് 2025 നടന്ന ചാമ്പ്യൻ ട്രോഫി ക്രിക്കറ്റിൽ, പുരുഷ ചാമ്പ്യൻ ട്രോഫി ക്രിക്കറ്റിൽ കപ്പ് ഉയർത്തിയതെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഇന്ത്യയാണ്. പിന്നെ ഇന്ത്യയുടെ ആദ്യ മത്സരം നടന്നത് ആരൊക്കെ ആയിട്ടാണെന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും നടന്നത് ദുബായിൽ വെച്ചിട്ടാണ്. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ്. അത് ആദ്യ മത്സരം നടക്കുന്നത് ബംഗ്ലാദേശിനെതിരായിട്ടാണ്. ഇന്ത്യയുടെ ആദ്യ മത്സരം നടക്കുന്നത് ബംഗ്ലാദേശിന് എതിരായിട്ടാണ്. ഇനി 2029 ഇനി ICC ചാമ്പ്യൻ ട്രോഫിക്ക് നടക്കാൻ പോകുന്ന എവിടെയാണെന്ന് വെച്ചാൽ അത് ഇന്ത്യയിൽ വെച്ചിട്ടാണ്. 2029 ICC ചാമ്പ്യൻ ട്രോഫി നടക്കുന്നത്. ICC ചാമ്പ്യൻ ട്രോഫി നടക്കുന്നത് ഇന്ത്യയിൽ വെച്ചിട്ടാണ്. ഇനി ആദ്യമായിട്ട് ചാമ്പ്യൻ ട്രോഫി നടന്നപ്പോൾ അത് 1998 ആദ്യമായിട്ട് ചാമ്പ്യൻ ട്രോഫി നടന്നത്. ആ ഒരു സമയത്ത് കപ്പ് ഉയർത്തിയത് സൗത്ത് ആഫ്രിക്കയാണ്. അപ്പൊ ആദ്യത്തെ കിരീടം ഉയർത്തിയത് സൗത്ത് ആഫ്രിക്കയാണ്. സൗത്ത് ആഫ്രിക്കയാണെന്ന കാര്യം ഓർത്തിരിക്കാം. അപ്പൊ ആദ്യത്തെ ചാമ്പ്യൻ ട്രോഫി ആതിഥേയത്വം വഹിച്ചത് എവിടെയാണ്? ബംഗ്ലാദേശിൽ വെച്ചിട്ടാണ്. എവിടെയാണ്? ബംഗ്ലാദേശിൽ വെച്ചിട്ടാണ്. അവിടെ നമുക്ക് ഓർത്തിരിക്കേണ്ടത് ആദ്യമായിട്ട് ഈ ഒരു കിരീടം ഉയർത്തിയത് ആരെന്നാണ്? സൗത്ത് ആഫ്രിക്കയാണ്. ഏത് വർഷമാണെന്ന് വെച്ചാൽ 1998 കാര്യം ഓർത്തിരിക്കുക. ഇത് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന ICC നോക്കൌട്ട് ട്രോഫി എന്നാണ്. നമ്മളിപ്പോ ചാമ്പ്യൻ ട്രോഫി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് തുടക്കത്തിൽ അറിയപ്പെട്ടത് ICC നോക്ക് ഔട്ട് ട്രോഫി എന്നാണ്. നോക്ക് ഔട്ട് ട്രോഫി എന്നാണ് തുടക്കത്തിൽ അറിയപ്പെട്ടത്. അതായത് ഈ സൗത്ത് ആഫ്രിക്ക കപ്പ് ഉയർത്തുന്ന സമയത്ത് ഇത് അറിയപ്പെട്ടിരുന്നത് ICC നോക്ക് ഔട്ട് ട്രോഫി എന്നാണ്. അതേപോലെ തന്നെ 1998 സൗത്ത് ആഫ്രിക്ക കപ്പ് ഉയർത്തി വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അന്ന് സൗത്ത് ആഫ്രിക്ക കപ്പ് ഉയർത്തിയത്. ഇനി ഇന്ത്യയുടെ കേസിലേക്ക് വരുമ്പോൾ ഇന്ത്യ ആദ്യമായിട്ട് ഈ പറയുന്ന ചാമ്പ്യൻ ട്രോഫി കിരീടം നേടുന്നത് 2002 പക്ഷെ ആ സമയത്ത് ഇന്ത്യയും അതുപോലെ തന്നെ ശ്രീലങ്കയും ഈ പറയുന്ന ചാമ്പ്യൻ ട്രോഫി കിരീടം പങ്കിടുകയാണ് ചെയ്തത്. ഇനി 2013 ഇന്ത്യ ഒറ്റയ്ക്ക് ചാമ്പ്യൻ ട്രോഫി കിരീടം നേടുന്നത്. 2013 അതിനുശേഷം ഇപ്പോൾ 2025 അതായത് 3 തവണ ഇന്ത്യ ഈ ഒരു കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട്. അതിൽ ഒരു തവണ പങ്കിടുകയാണ് ചെയ്യുന്നത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ. അതായത് ഏറ്റവും കൂടുതൽ തവണ ചാമ്പ്യൻ ട്രോഫി കിരീടം നേടിയ ടീം ഏതാണെന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടതും ഇന്ത്യ തന്നെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. 2025 ഈ ഒരു ചാമ്പ്യൻ ട്രോഫി കിരീടം നേടിയതിലൂടെ ഏറ്റവും കൂടുതൽ കിരീടം നേടിയ
രാജ്യമായിട്ട് ഏത് മാറുന്നു? ഇന്ത്യ മാറുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യ മാറുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇത് ഈ പറഞ്ഞ എല്ലാ പോയിന്റുകളും നമ്മുടെ പരീക്ഷയിൽ വന്നിട്ടുണ്ട്. ഈ അടുത്ത് നടന്ന ഒരു പരീക്ഷയിൽ അവിടെ ചോദ്യമായിട്ട് വന്നത് ഇങ്ങനെയായിരുന്നു: ഫൈനലിൽ ന്യൂസിലൻഡിനെ ഇന്ത്യ 4 വിക്കറ്റിന് ആണ് ജയിച്ചത് എന്ന തരത്തിൽ ഒരു ചോദ്യം വന്നു. അതെന്താണ്? ശരിയായിട്ടുള്ള ചോദ്യമാണ്. ഫൈനലിൽ എന്താണ്? ഈ പറയുന്ന ന്യൂസിലൻഡിനെതിരെ ഇന്ത്യ 4 വിക്കറ്റിനാണ് ജയിച്ചത്. അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. 088/2025 ആ ഒരു പരീക്ഷയ്ക്ക് വന്ന ചോദ്യമായിരുന്നു. തന്നിരിക്കുന്ന 2025 ചാമ്പ്യൻ ട്രോഫി ഏകദിന ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനയായിരുന്നു ചോദ്യമായിട്ട് വന്നത്. അതിലൊരു പ്രസ്താവനയായിരുന്നു ഫൈനലിൽ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യ 4 വിക്കറ്റിന് ജയിച്ചു. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്തൊരു പ്രസ്താവന, ചാമ്പ്യൻ ട്രോഫിയിൽ ഇന്ത്യക്ക് 3ാം കിരീടം. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ വർഷങ്ങൾ ഓർത്തിരിക്കുക: 2002, 2013, പിന്നെ ഇപ്പോൾ 2025. പിന്നെ രോഹിത് ശർമ്മയെ ടൂർണമെന്റിലെ താരമായി തെരഞ്ഞെടുത്തു എന്നാണ് 3ാമത്തെ പ്രസ്താവന നൽകിയത്. അത് തെറ്റാണ്. രഞ്ജിൻ രവീന്ദ്രയാണ്. ഫൈനലിലെ താരമാണ് ആര്? രോഹിത് ശർമ്മ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോയിന്റുകളിൽ ഇപ്പൊ നമ്മൾ ആ 4 വിക്കറ്റ് എന്ന് പറയുന്ന ആ സംഭവം അറിഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ ഈ പറയുന്ന ഓപ്ഷൻ ഡിലീഷൻ മെത്തേഡിലൂടെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ചോദ്യം കൂടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിലീഷൻ മെത്തേഡിലൂടെ ഒക്കെ നമുക്ക് ASMന്റെ പരീക്ഷയിൽ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പൊ ഈ അടുത്തുള്ള പരീക്ഷയിൽ ചോദ്യം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. പറഞ്ഞ എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഓൾറെഡി ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയതാണ്. G20 ഉച്ചകോടിയുടെ വേദി നമ്മൾ പഠിച്ചു. G20 ഉച്ചകോടിയുടെ വേദി നമ്മൾ പഠിച്ചു. അത് 2026 നടക്കാൻ പോകുന്ന കാനഡയിൽ വെച്ചിട്ടാണ്. ഈ 2025 നടന്നത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടാണ്. 2024 ഇതിനു മുമ്പ് നടന്നത് ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞാണ് G7 ഉച്ചകോടിയുടെ വേദി. അത് 2025 അവിടെയാണ് കാനഡയിൽ വെച്ചിട്ടാണ് നടന്നത്. 2025 കാനഡയിൽ വെച്ചിട്ടാണ്. കാനഡയിലെ കാനാനസ്കിസ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. കാനാനസ്കിസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ നമ്മൾ കാനാനസ്കിസ് പറയാൻ എന്താണ്, നമുക്ക് ഓർത്തിരിക്കാൻ സിമ്പിൾ ആണ്. അപ്പൊ G7 ഉച്ചകോടി 2025 എവിടെയാണെന്ന് വെച്ചാൽ കാനഡയിലെ കാനാനസ്കിസ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. അതേസമയത്ത് 2024 ഇറ്റലിയിൽ വെച്ചിട്ടാണ്. ഇറ്റലിയിലെ അബൂലിയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നടന്നത്. ഇവിടെ നമ്മൾ വേദികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് G20 നമ്മളിപ്പോൾ പഠിച്ചു. G20 അടുത്ത വർഷം 2026 എവിടെ വെച്ച് നടക്കുന്നു? കാനഡയിൽ വെച്ച്. ഈ ഒരു വർഷം സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് നടന്നു. ഇനി 2024 ചോദിച്ചാൽ ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ചിട്ടാണ്. ഇനി G7ന്റെ കേസിലേക്ക് വരുമ്പോൾ അതായത് ഈ ഒരു വർഷം നടന്നത് കാനഡയിൽ വെച്ചിട്ടാണ്. 2025 കാനഡയിൽ വെച്ചിട്ടാണ്. ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. വാർത്തയിൽ വളരെയധികം ഇടം പിടിച്ചതാണ്. ഈ ഒരു സമയത്താണ് നമ്മുടെ ഈ പറയുന്ന ഇസ്രായേലും അതുപോലെ തന്നെ നമ്മുടെ ഇറാനും തമ്മിലുള്ള യുദ്ധമൊക്കെ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ G7 ഉച്ചകോടി 2025 നടന്ന എവിടാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് കാനഡയിലെ കാനാനസ്കിസ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണെന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് നോബൽ സമ്മാനമാണ്. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാണ്. ഓൾറെഡി നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ അതൊന്ന് പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇനിയുള്ള മണിക്കൂറുകൾ, അതായത് ഇനിയുള്ള സമയം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നോക്കാം, നോബൽ സമ്മാനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് നമുക്കൊന്ന് പരിശോധിക്കാം. വളരെ വേഗത്തിലൊന്ന് പറഞ്ഞു പോകാം. ആദ്യമായിട്ട് ഞാനിവിടെ നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് വൈദ്യശാസ്ത്രത്തിലെ നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കെന്നാണ്. ആദ്യമായിട്ട് പഠിപ്പിക്കാൻ പോകുന്നത് വൈദ്യശാസ്ത്രത്തിലെ നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കെന്നാണ്. വൈദ്യശാസ്ത്ര മേഖലയിൽ നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കെന്നാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത് പഠിക്കാൻ പോകുന്ന മെഡിസിൻ മേഖലയിലെ നോബൽ സമ്മാനം ലഭിച്ചവരുടെ പേരുകളാണ്. അതിൽ ഒന്നാമത്തെ പേര് ഓർത്തിരിക്കുക. അതായത് 2024 വൈദ്യശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ഒന്നാമത്തെ പേര് വിക്ടർ ആംബ്രോസ് എന്ന പേരാണ്. എന്താണ് പേര്? വിക്ടർ ആംബ്രോസ് എന്നാണ് പേര്. വിക്ടർ അംബ്രോസ് എന്നാണ് പേര്. വിക്ടർ അംബ്രോസ് എന്നാണ്. രണ്ടാമത്തെ പേര് നമ്മൾ പഠിക്കുന്നത് ഗാരി റൗക്കിൻ. എന്താണ്? ഗാരി റൗക്കിൻ എന്ന പേര് ഓർത്തിരിക്കുക. ഗാരി റൗക്കിൻ എന്ന പേരാണ് രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ പേരുകൾ പഠിച്ചു. വിക്ടർ ആംബ്രോസ്, അതേപോലെ തന്നെ മറ്റൊരു പേര് നമ്മളിവിടെ പഠിച്ചത് ഗാരി റൗക്കിൻ എന്ന പേരാണ് നമ്മളിവിടെ പഠിച്ചത്. അപ്പൊ ഇവിടെ നമ്മൾ വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് 2024 നോബൽ സമ്മാനം ലഭിച്ച രണ്ട് പേരുകൾ, ഒന്ന് വിക്ടർ ആംബ്രോസ്, മറ്റൊന്ന് ഗാരി റൗക്കിൻ. ഇതിലെ വിക്ടർ ആംബ്രോസ്, ഗാരി റൗക്കിൻ ഈ പേരുകൾ ഓർത്തിരിക്കുക. ഇവർക്കാണ് 2024 നോബൽ സമ്മാനം ലഭിച്ചത്. ഇവർ രണ്ടുപേരും USA കാരാണെന്ന കാര്യം ഓർത്തിരിക്കുക. USA കാരാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവർ രണ്ടുപേരും എന്താണ്? USA കാരാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ വിക്ടർ ആംബ്രോസും ഉണ്ട്, പിന്നെ ഗാരി റൗക്കിനും ഉണ്ട്. ഇത് ഓർത്തിരിക്കാൻ ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് അത് ഫോളോ ചെയ്യുക. ഇനി ആദ്യമായിട്ട്
ഇത് കേൾക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ഓർത്തിരിക്കാം. നമ്മൾ പറയുന്ന ആ ഒരു ടിപ്പ് എന്ന് പറയുന്നത് വിക്ടർ ആംബ്രോ. എന്താണ്? വിക്ടർ ആംബ്രോ റവ കഴിച്ചിട്ട് എന്താണ് വൈദ്യനെ കാണാൻ പോയി. അപ്പൊ റവ കഴിച്ചപ്പോൾ കുറച്ച് പ്രശ്നമായി. അപ്പൊ നേരെ അങ്ങോട്ട് പോയി വൈദ്യനെ കാണാൻ പോയി. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടും വിക്ടർ ആംബ്രോയിൽ നിന്ന് വിക്ടർ ആംബ്രോസ് കിട്ടും. റവ കഴിച്ചു. കണ്ടോ? ഗ്യാരി റൗക്കിൻ റവ. നമ്മൾ ഓപ്ഷനിൽ പോയിട്ട് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഗ്യാരി റൗക്കിൻ വിക്ടർ ആംബ്രോ റവ കഴിച്ചിട്ട് എങ്ങോട്ട് പോയി? വൈദ്യനെ കാണാൻ പോയി. അപ്പൊ വൈദ്യശാസ്ത്രത്തിന് ഈ ഒരു പുരസ്കാരം കിട്ടിയിരിക്കുന്നത് ആർക്കാണ്? ഈ പറയുന്ന വിക്ടർ ആംബ്രോസിനും ഗ്യാരി റൗക്കിനുമാണെന്ന് ഈ ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഓർത്തിരിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇവർ രണ്ടുപേരും USA-കാരാണെന്ന് ഓർത്തിരിക്കുക. അങ്ങനെ ഏത് രാജ്യക്കാരാണെന്ന് എടുത്തു ചോദിച്ചിട്ടില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. USA-കാരാണ് ഈ പറയുന്ന വിക്ടർ ആംബ്രോസും ഗ്യാരി റൗക്കിനും. അതിൽ ആംബ്രോസ് എന്ന് പറയുമ്പോൾ അവസാനം സ് എന്നതിൽ അവസാനിക്കുന്നുണ്ട്. US എന്ന് പറയുമ്പോൾ സ് വരുന്നുണ്ട്. അപ്പൊ ഒന്ന് USA ആണെങ്കിൽ മറ്റൊന്ന് USA ആണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ആ രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മളുടെ കോഡ് എന്തായിരുന്നു? വിക്ടർ ആംബ്രോ റവ കഴിച്ചിട്ട് വൈദ്യനെ കാണാൻ പോയി. അപ്പൊ വിക്ടർ ആംബ്രോസ്, ഗ്യാരി റൗക്കിൻ, പിന്നെ വൈദ്യശാസ്ത്രം. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ഇവരുടെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക മൈക്രോ RNA യുടെ കണ്ടുപിടുത്തത്തിനും പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ നിയന്ത്രണത്തിൽ ഈ പറയുന്ന മൈക്രോ RNA യുടെ പങ്ക് കണ്ടെത്തിയതിനുമാണ് ഇവർക്ക് നോബൽ സമ്മാനം ലഭിക്കുന്നത്. അപ്പൊ മൈക്രോ RNA എന്ന് പറയുന്ന ഈ ഒരു ടേം ഒന്ന് ഓർത്തിരിക്കുക. മൈക്രോ RNA എന്ന് പറയുന്ന ആ ഒരു പദം ഒന്ന് ഓർത്തിരിക്കുക. മൈക്രോ RNA യുടെ കണ്ടുപിടുത്തത്തിനും പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ നിയന്ത്രണത്തിൽ ഈ മൈക്രോ RNA യുടെ പങ്ക് കണ്ടെത്തിയതിനുമാണ് നമ്മളിവിടെ പരിചയപ്പെട്ട വിക്ടർ ആംബ്രോസിനും ഗ്യാരി റൗക്കിനും എന്ത് കിട്ടുന്നത്? ഈ ഒരു പുരസ്കാരം കിട്ടുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് വൈദ്യശാസ്ത്രമാണ്. വിക്ടർ ആംബ്രോ റവ കഴിച്ചിട്ട് വൈദ്യനെ കാണാൻ പോയി ഓർത്താൽ അതൊന്ന് കണക്ട് ചെയ്യാൻ പറ്റും. രണ്ടുപേരും USA-യിലാണ് ജനിച്ചത് എന്ന് ഓർക്കാൻ വിക്ടർ ആംബ്രോസിൽ US അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ മൈക്രോ RNA, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവർക്ക് ഈ ഒരു പുരസ്കാരം കിട്ടുന്നത്. മൈക്രോ RNA യുടെ കണ്ടുപിടുത്തത്തിനും പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ നിയന്ത്രണത്തിൽ അതിന്റെ പങ്ക് കണ്ടെത്തിയതിനുമാണ് നോബൽ പുരസ്കാരം ഇവർക്ക് ലഭിക്കുന്നത്. ഇത് നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്ന അടുത്ത നോബൽ സമ്മാനം രസതന്ത്രമാണ്. അപ്പൊ രസതന്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് ആർക്കൊക്കെയാണ് പുരസ്കാരം ലഭിച്ചതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പൊ രസതന്ത്രം ആർക്കൊക്കെയാണ് ലഭിച്ചതെന്ന് നമുക്കൊന്ന് പഠിക്കാം. അപ്പൊ രസതന്ത്രവുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്ന 3 പേരുകളാണ്. അതിലൊന്ന് ഡേവിഡ് ബേക്കറാണ്. ഒന്നാമത്തെ പേര് ഡേവിഡ് ഞാൻ പരിചയപ്പെടുത്തുന്നു. ഡേവിഡ് ബേക്കർ എന്നാണ് ഒന്നാമത്തെ പേര്. അദ്ദേഹം USA-കാരനാണെന്ന കാര്യം ഓർത്തിരിക്കുക. രണ്ടാമത്തെ പേര് ഡെമീസ് ഹസാബിസ് എന്നാണ് രണ്ടാമത്തെ പേര്. ഡെമീസ് ഹസാബിസ് എന്നാണ് രണ്ടാമത്തെ പേര്. ഇദ്ദേഹം ബ്രിട്ടനാണ് സ്വദേശം പറയുന്നത്. ഇനി അടുത്ത പേര് എന്ന് പറയുന്നത് ജോൺ എം എന്ന പേര് ഓർക്കുക. ജോൺ എം ജമ്പർ എന്ന പേര് ഓർത്തിരിക്കാം. ഇദ്ദേഹവും USA-കാരനാണ്. ഇദ്ദേഹം എവിടെയാണ്? ഇദ്ദേഹത്തിന്റെ രാജ്യം USA ആണ് എന്ന കാര്യം ഓർത്തിരിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് രസതന്ത്രമാണ്. ഡേവിഡ് ബേക്കർ, ഡെമീസ് ഹസാബിസ്, ജോൺ എം ജമ്പർ. ഇവരാണ് ഈ പറയുന്ന രസതന്ത്രത്തിലുള്ള 2024 നോബൽ സമ്മാനം ലഭിച്ചത്. അപ്പൊ ഇത് ഓർത്തിരിക്കാൻ വേണ്ടി ചെറിയൊരു ഇത് പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. നമ്മുടെ ഈ CBI ഡയറി കുറിപ്പില് ഈ മോളിൽ പോയിട്ട് ഡെമ്മി താഴോട്ടിരുന്ന ഒരു സീനൊക്കെ നമുക്കറിയാലോ. അത് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. നമ്മളെ ഈ പറയുന്ന ഒരു ബേക്കറി ഉണ്ട്. ബേക്കറി കിട്ടും. രസതന്ത്രം കിട്ടും. ഒരു ബേക്കറിയുടെ മുകളിൽ രസത്തിന് നമ്മൾ പോവാണ്. എന്നിട്ട് അവിടെ എന്ത് ചെയ്തു? ഒരു ഡമ്മി എടുത്തിട്ട് താഴോട്ട് ജമ്പ് ചെയ്തു. ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. ഒരു ബേക്കറി ഉണ്ട്. ആ ബേക്കറിയുടെ മുകളിലോട്ട് ഒരു രസത്തിന് പോയിട്ട് ഒരു ഡമ്മി എടുത്തിട്ട് താഴോട്ട് എന്ത് ചെയ്തു? ജമ്പ് ചെയ്തു. അപ്പോൾ അവിടെ എന്താണ്? ഡെമ്മീസ് ഹസാബിസ്, അതുപോലെ തന്നെ ഈ പറയുന്ന ജമ്പർ, ഇത് പറയുന്ന ബേക്കർ, ഇതൊക്കെയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഡേവിഡ് ബേക്കർ USA-കാരനാണ്. ഡേവിഡ് ബേക്കർ. അതേപോലെ തന്നെ ഡെമ്മീസ് ഹസാബീസ്, അദ്ദേഹം എവിടെയാണ്? നമ്മുടെ ബ്രിട്ടൻകാരനാണെന്ന് കാര്യം ഓർത്തിരിക്കുക. പിന്നെ ജോണം ജമ്പർ, അദ്ദേഹം USA ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞതാണ്, ഒരു രസത്തിന് ഒരു ബേക്കറിയുടെ മുകളിൽ പോയി രസത്തിൽ നിന്ന് രസതന്ത്രം നമുക്ക് പിടിക്കണം. അതുപോലെ ബേക്കറിയിൽ നിന്ന് ഡേവിഡ് ബേക്കർ നമുക്ക് കിട്ടണം. അതേപോലെ തന്നെ അവിടെ ചെന്നിട്ട് ഡമ്മി എടുത്തു. അപ്പൊ നമുക്ക് ഡെമ്മീസ് ഹസാബീസ് കിട്ടണം. ജമ്പ് ചെയ്തു, ജമ്പർ കിട്ടണം. ജോൺ എം ജമ്പർ നമുക്ക് കിട്ടണം.
അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഡേവിഡ് ബേക്കർ USA, ഡെമ്മീസ് ഹസാബീസ് ബ്രിട്ടൻ, ജോൺ M ജംബർ USA. ഇനി അടുത്തത് ഇവർക്ക് എന്തിനാണ് ഈ പുരസ്കാരം കിട്ടിയെന്നാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടുന്നു ഡേവിഡ് ബേക്കർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ഒരു പുരസ്കാരം കിട്ടുന്നത് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്കാണ്. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്കാണ്. അപ്പോൾ ബേക്കറി ഐറ്റംസിലൊക്കെ ധാരാളം പ്രോട്ടീൻസ് ഉണ്ടെന്ന് ഓർത്ത് വെച്ചാൽ അപ്പോൾ നമ്മുടെ ഈ കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പന അതുമായി ബന്ധിപ്പിച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. കമ്പ്യൂട്ടറിൽ ഇങ്ങനെ പ്രോട്ടീൻ ഒക്കെ എടുത്തിട്ട് ബേക്കറി ഐറ്റംസിലൊക്കെ രൂപകൽപ്പന ചെയ്തു അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ ഡേവിഡ് ബേക്കറുമായി ബന്ധപ്പെട്ടിട്ട് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്കാണ് അദ്ദേഹത്തിന് പുരസ്കാരം കിട്ടിയത്. അതേസമയത്ത് ഈ ഡെമ്മീസ് ഹസാബീസിനും ജോൺ M ജംബർക്കും പുരസ്കാരം കിട്ടുന്നത് പ്രോട്ടീൻ ഘടന പ്രവചനത്തിനാണ്. അപ്പൊ കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്ക് ഡേവിഡ് ബേക്കറിന് കിട്ടി. പിന്നെ ബാക്കി രണ്ടുപേർക്കും ചേർന്നിട്ടാണ് പ്രോട്ടീൻ ഘടനാ പ്രവചനവുമായി ബന്ധപ്പെട്ടിട്ട് പുരസ്കാരം കിട്ടിയത്. ഇവിടെ PSCക്ക് വന്നൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, ഈ കിട്ടിയ പുരസ്കാര തുക ഉണ്ടല്ലോ, നോബൽ സമ്മാനത്തിന് പുരസ്കാര തുകയിൽ 50% ആരിലേക്കാണ് പോയത്? ഡേവിഡ് ബേക്കറിലേക്കാണ് പോയത്. ബാക്കി വരുന്ന 50% ഈ പറയുന്ന ഡെമ്മീസ് ഹസാബീസിനും ജോൺ M ജംബറിനും ലഭിച്ചിരിക്കുന്നത്. അപ്പൊ അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നതാണ്. അപ്പോൾ ഡേവിഡ് ബേക്കർ അദ്ദേഹത്തിന് 50% പൈസ കിട്ടി, ബാക്കി 50% അങ്ങോട്ട് പോയി ബാക്കി രണ്ടുപേർക്കായിട്ട് കൊടുത്തു. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടതാണ് രസതന്ത്രത്തിലെ നോബൽ സമ്മാനമാണ്. നമ്മൾ മറക്കില്ല എന്ന രീതിയിൽ പഠിച്ചു കഴിഞ്ഞു. നമ്മുടെ മനസ്സിലേക്ക് ഒരു കഥ പോലെ ഓർത്തിരിക്കുക. രസത്തിന് ബേക്കറിയുടെ മുകളിൽ കയറി ഡെമ്മി എടുത്തു, ജമ്പ് ചെയ്തു, ഇത്ര ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ രസം, രസതന്ത്രം, ബേക്കറി, പിന്നെ ഡെമ്മി നമ്മുടെ ഓപ്ഷൻ ഉണ്ടായിരിക്കും, പിന്നെ ജമ്പർ നമ്മുടെ ഓപ്ഷൻ ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഈ കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പന. അപ്പോൾ ബേക്കറി ഒക്കെ ആണല്ലോ, അപ്പോൾ കമ്പ്യൂട്ടറിൽ പ്രോട്ടീൻ എടുത്ത് രൂപകൽപ്പന ചെയ്ത് ബേക്കറി ഐറ്റംസ് ഉണ്ടാക്കിയെന്ന് ഓർത്ത് വെച്ചാൽ കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പന അതാരായിട്ട് ബന്ധപ്പെട്ട ബേക്കറി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അപ്പോൾ ബേക്കറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പിന്നെ ഹസാബീസും ജംബറും ചേർന്നിട്ടാണ് പ്രോട്ടീൻ ഘടന പ്രവചനം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രസതന്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ഫിസിക്സ് പഠിച്ചു. നമ്മളിപ്പോൾ ഏതൊക്കെ പഠിച്ചു? രസതന്ത്രം പഠിച്ചു, അതുപോലെ തന്നെ വൈദ്യശാസ്ത്രം പഠിച്ചു. ഇനി നമ്മൾ ഫിസിക്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഫിസിക്സിൽ ആർക്കൊക്കെയാണ് കിട്ടിയെന്ന് വെച്ചാൽ ജോൺ J ഹോപ്ഫീൽഡ് എന്ന് പറയുന്ന വ്യക്തിക്ക്, ജോൺ J ഹോപ്ഫീൽഡ് ഒന്നാമത്തെ പേര് നമ്മൾ പഠിക്കുന്നു, ഹോപ്ഫീൽഡ്. പിന്നെ ജിയോഫ്രീ ഇ ഹിൻഡൻ എന്ന് പറയുന്ന വ്യക്തിക്കാണ്. അടുത്തൊരു പേര് പറയാം, ജിയോഫ്രീ ഇ ഹിൻഡൻ എന്ന വ്യക്തിക്കാണ് ഈ പറയുന്ന ഭൗതിക ശാസ്ത്രത്തിൽ അടുത്ത പ്രൈസ് കിട്ടിയിരിക്കുന്നത്. അതായത് രണ്ടുപേർക്കാണ് ഈ വർഷത്തെ ഫിസിക്സിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത്. ഫിസിക്സിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിരിക്കുന്ന രണ്ടു പേരുകൾ ഞാനിവിടെ പറഞ്ഞു. ഒന്ന് ജോൺ J ഹോപ്ഫീൽഡ്, മറ്റൊന്ന് ജിയോഫ്രീ ഇ ഹിൻഡൻ എന്നാണ് പേരുകൾ നമ്മളിവിടെ പറഞ്ഞത്. ഇതിൽ ഈ ജോൺ J ഹോപ്ഫീൽഡ് എന്ന് പറയുന്ന വ്യക്തി USA കാരനാണ്. ഈ ജിയോഫ്രീ ഇ ഹിൻഡൻ എന്ന് പറയുന്ന വ്യക്തി ബ്രിട്ടീഷ് കനേഡിയൻ ആണെന്ന കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ഇവിടെ ഓർത്തിരിക്കാൻ വേണ്ടി ഒരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മുടെ ഏറ്റവും വലിയ ഹോപ്പ് ഫീൽഡാണ്, പ്രതീക്ഷയുള്ള ഒരു ഫീൽഡാണ് ഫിസിക്സ് എന്ന് പറയുന്നത്. അത് പഠിക്കാനായിട്ട് ജിയോ ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? നെറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ഹോപ്പ് ഫീൽഡ് ഫിസിക്സ് പഠിക്കാൻ ജിയോ എന്ത് തന്നിട്ടുണ്ട്? നെറ്റും തന്നിട്ടുണ്ട്. അപ്പൊ ജിയോ ഫ്രീ ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഫിസിക്സിന്റെ ചോദിക്കുകയാണെങ്കിൽ 2024 പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം, ജിയോ ഫ്രീ ആയിട്ട് നെറ്റ് തന്നിട്ടുണ്ട്, ഫിസിക്സ് ആണ് നമ്മുടെ ഹോപ്പ് ഫീൽഡ്. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടും? ഫിസിക്സിന്റെ നോബൽ സമ്മാനം പഠിക്കുന്നു, ഹോപ്പ് ഫീൽഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, അത് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. അതേപോലെ തന്നെ ജിയോ ഫ്രീ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, അപ്പൊ അതും നമുക്ക് ഇങ്ങോട്ട് പിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ജോൺ J ഹോപ്പ് ഫീൽഡ്, ജിയോഫ്രീ ഇ ഹിൻഡൻ ഈ രണ്ടുപേർക്കാണ് ഫിസിക്സിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിംഗിൽ അടിത്തറയിടുന്ന കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് പുരസ്കാരം കിട്ടിയത്. അപ്പൊ ഒന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെടുത്തിയിട്ട് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് അടിസ്ഥാനമാക്കിയിട്ടുള്ള, അപ്പൊ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു ടേം ഓർത്തിരിക്കുക. പിന്നെ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന ഒരു ടേം ഓർത്തിരിക്കുക. ഇവിടെ എന്താണ് ഞാൻ പറഞ്ഞത്? ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിംഗിൽ അടിത്തറയിടുന്ന കണ്ടുപിടുത്തങ്ങൾക്കാണ് ഇവർക്ക് പുരസ്കാരം കിട്ടിയത്. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിംഗിൽ അടിത്തറയിടുന്ന കണ്ടുപിടുത്തങ്ങൾക്കാണ് ഇവർക്ക് പുരസ്കാരം കിട്ടിയത്. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗും ഈ രണ്ട് ടേമുകളൊന്ന് കണക്ട് ചെയ്തതിനോടൊപ്പം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മറ്റൊന്ന് മെഷീൻ ലേണിംഗ്. അപ്പൊ പറഞ്ഞെന്താണ്? ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് അടിസ്ഥാനമാക്കിയിട്ടുള്ള
മെഷീൻ ലേണിംഗിൽ അടിത്തറയിടുന്ന കണ്ടുപിടുത്തങ്ങൾക്കാണ് ഇവർക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്, പുരസ്കാരം കിട്ടിയിരിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ പറയുന്നതിൽ ഈ ജിയോഫ്രി ഹിൻഡ് എന്ന് പറയുന്ന വ്യക്തിയില്ലേ, ഇദ്ദേഹത്തെയാണ് ഗോഡ് ഫാദർ ഓഫ് AI എന്ന് പറയുന്നത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഗോഡ് ഫാദർ എന്ന് വിളിക്കുന്നത് ജിയോഫ്രി ഹിൻഡനെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ജിയോഫ്രി ഹിൻഡനെയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ജിയോഫ്രി ഹിൻഡൻ ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഗോഡ് ഫാദർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിൽ ഈ പറയുന്ന ഈ ഹോപ്ഫീൽഡ് എന്ന് പറയുന്ന വ്യക്തിയാണ് വിവരങ്ങൾ സംഭരിക്കാനും പുനർനിർമ്മിക്കാനും കഴിയുന്ന ഒരു ഘടന സൃഷ്ടിച്ചത്. അതേസമയത്ത് ഈ പറയുന്ന ജിയോഫ്രി ഹിൻഡൻ എന്ന് പറയുന്ന വ്യക്തി ഡാറ്റയിൽ പ്രോപ്പർട്ടികൾ സ്വതന്ത്രമായി കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു രീതി കണ്ടുപിടിച്ചു. ഡാറ്റയിലെ പ്രോപ്പർട്ടികൾ സ്വതന്ത്രമായിട്ട് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു രീതി കണ്ടുപിടിച്ചത് ആരാണ്? ജിയോഫ്രി ഹിൻഡൻ ആണ്. നമുക്ക് ഇവിടെ ഓർത്തിരിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഭൗതിക ശാസ്ത്രത്തിൽ ആർക്കൊക്കെ കിട്ടിയെന്ന് വെച്ചാൽ ഫിസിക്സ് ഹോപ്ഫീൽഡ് ആണ് ജിയോഫ്രി ആയിട്ട് അത് പഠിക്കാനുള്ള അവസരം ഒരുക്കി. അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പേരുകൾ ഓർത്തിരിക്കാൻ പറ്റും. ജോൺ ജെ ഹോപ്ഫീൽഡും ജിയോഫ്രി ഹിൻഡനും. പിന്നെ അടുത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇവരെ കണ്ടുപിടുത്തമാണ്. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിംഗിൽ അടിത്തറയിടുന്ന കണ്ടുപിടുത്തങ്ങൾക്കാണ് ഇവിടെ പുരസ്കാരം കിട്ടിയിരിക്കുന്നത്. പിന്നെ ഗോഡ് ഫാദർ ഓഫ് AI എന്നറിയപ്പെടുന്നത് ജിയോഫ്രി ഹിൻഡൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഇവിടെ ഓർക്കേണ്ടത്. ഇത് നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൽ ആർക്കൊക്കെയാണ് കിട്ടിയെന്നാണ് നമ്മൾ ഇനി അടുത്തായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ പേര് നമ്മൾ പഠിക്കുന്നത് ഡാരൻ അക്മഗ്ലു എന്ന പേരാണ്. ഡാരൻ എയ്സ്മഗ്ലു. ഡാരൻ എയ്സ്മഗ്ലു. ഡാരൻ എയ്സ്മഗ്ലു എന്ന പേര് ഓർത്തിരിക്കുക. ഡാരൻ എയ്സ്മഗ്ലു എന്ന പേര് ഓർക്കുക. ഡാരൻ എയ്സ്മഗ്ലു എന്ന പേര് ഓർത്തിരിക്കുക. അടുത്ത പേര് സൈമൺ ജോൺസൺ ആണ്. ആരാണ്? സൈമൺ ജോൺസൺ ആണ്. സൈമൺ ജോൺസൺ ആണ്. ജോൺസൺ എന്ന പേര് ഓർത്തിരിക്കുക. സൈമൺ ജോൺസൺ. അടുത്ത പേര് ജെയിംസ് എ റോബിൻസൺ. അടുത്ത പേര് നമ്മൾ പഠിക്കുന്നത് ജെയിംസ് എ റോബിൻസൺ എന്ന പേരാണ് ഓർത്തിരിക്കുന്നത്. റോബിൻസൺ എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. റോബിൻസൺ എന്ന പേരാണ് ഓർത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മളെ ഡാരൻ എയ്സ്മഗ്ലു, സൈമൺ ജോൺസൺ, പിന്നെ ജെയിംസ് എ റോബിൻസൺ, ഈ പേരുകൾ ഓർത്തിരിക്കുക. ഡാരൻ എയ്സ്മഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ എന്ന പേരാണ് നമ്മളിവിടെ ഓർക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ഡാരൻ എയ്സ്മഗ്ലു, അതുപോലെ തന്നെ സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ, ഈ പേരുകൾ ഓർത്തിരിക്കുക. അപ്പൊ ഇവർക്ക് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് സ്ഥാപനങ്ങൾ എങ്ങനെ രൂപപ്പെടുത്തുന്നു, സമൃദ്ധിയെ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ള പഠനത്തിലാണ് ഇവർക്ക് ഈ ഒരു പുരസ്കാരം കിട്ടുന്നത്. സ്ഥാപനങ്ങൾ എങ്ങനെ രൂപപ്പെടുത്തുന്നു, സമൃദ്ധി അതെങ്ങനെ ബാധിക്കുന്നു എന്നൊരു പഠനത്തിനൊക്കെ ആയിട്ടാണ് ഇവർക്ക് ഈ പുരസ്കാരം കിട്ടുന്നത്. അപ്പൊ എക്കണോമിക്സിൽ 3 പേർക്കാണ് ഡാരൻ എയ്സ്മഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ എന്ന പേരുകൾ ഓർക്കുക. അപ്പൊ മകളും സണ്ണും ഒക്കെ ഇതിലുണ്ട്. അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഡാരൻ എയ്സ്മഗ്ലു, അപ്പോൾ അവിടെ മകള് കിട്ടും. പിന്നെ സൈമൺ ജോൺസൺ, നമുക്ക് അവിടെ ജോൺസണിലെ സണ്ണ് കിട്ടണം. പിന്നെ ജെയിംസ് എ റോബിൻസൺ, അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? സണ്ണ് നമുക്ക് അവിടെ ഓർത്തിരിക്കാം. അപ്പൊ ഇവിടെ ഡാരൻ എസ് മൊഗ്ലു, ഡാരൻ എസ് മൊഗ്ലു, ഡാരൻ എസ് മൊഗ്ലു, സൈമൺ ജോൺസൺ, പിന്നെ ജെയിംസ് എ റോബിൻസൺ, ജെയിംസ് എ റോബിൻസൺ. അപ്പൊ ഇവിടെ നമ്മൾ ഓർത്തിരിക്കുക, ഇവിടെ നമ്മൾ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും അവിടെ എന്താണ്, പണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ ഓർക്കുക, ഇവിടെ നമ്മൾ ചെറിയൊരു ടിപ്പ് പറയണം. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നോക്കാം. ഡാ മകളെ എന്ന് ഓർക്കുക. ഡാ മകളെ, ഡാ മകളെ സൈൻ ചെയ്ത മണ്ണ് റോബിൻസൺ. ഡാ മകളെ സൈൻ ചെയ്ത മണ്ണ് റോബിൻസൺ. അപ്പൊ സൈൻ ചെയ്ത മണ്ണ് റോബിൻസൺ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാട് നടക്കുകയാണ്. അപ്പൊ ഡാ മകളെ എന്നതിൽ നിന്ന് ഡാരൻ എയ്സ്മഗ്ലു എന്ന പേര് കിട്ടും. ഡാരൻ എയ്സ്മഗ്ലു. പിന്നെ സൈൻ ചെയ്താൽ മണ്ണ്, സൈമൺ, സൈൻ മണ്ണ്, സൈമൺ ജോൺസൺ എന്ന പേര് ഓർത്തിരിക്കുക. പിന്നെ എന്താണ്, സൈൻ ചെയ്ത മണ്ണ് ആർക്കാണ്? റോബിൻസൺ ആണ്. അപ്പം ജെയിംസ് എ റോബിൻസൺ എന്ന പേരും നമുക്കവിടെ ഓർത്തിരിക്കാനായിട്ട് പറ്റും. ഡാ മകളെ സൈൻ ചെയ്ത മണ്ണ് റോബിൻസൺ. ഡാ മകളെ സൈൻ ചെയ്ത മണ്ണ് റോബിൻസൺ. ഡാ മകളെ നിന്ന് ഡാരൻ എയ്സ്മഗ്ലു എന്ന പേര് ഓർത്തിരിക്കുക. സൈൻ ചെയ്താൽ മണ്ണ് സൈമൺ ജോൺസൺ എന്ന പേര് ഓർത്തിരിക്കുക. പിന്നെ ജെയിംസ് എ റോബിൻസൺ, അതായത് സൈൻ ചെയ്ത മണ്ണ് ആർക്കാണ്? റോബിൻസൺ ആണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ജെയിംസ് എ റോബിൻസണും ഓർത്തിരിക്കാനായിട്ട് പറ്റും. ഇനി ഇവരുമായി ബന്ധപ്പെട്ട് സ്ഥാപനങ്ങൾ എങ്ങനെ രൂപപ്പെടുത്തുമെന്നും സമൃദ്ധിയെ അതെങ്ങനെ ബാധിക്കുന്നുവെന്നുമുള്ള പഠനത്തിലാണ് ഇവർക്ക് ഈ പുരസ്കാരം കിട്ടുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സമാധാനവുമായി ബന്ധപ്പെട്ടിട്ടാണ്, പീസുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളൊന്ന് റിവൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ ഒരു സംഘടനയ്ക്കാണ്, നിഹോൺ ഹിൻഡോക്യോ എന്ന് പറയുന്ന ഒരു ജപ്പാനീസ് സംഘടനയ്ക്കാണ് ഈ ഒരു പുരസ്കാരം കിട്ടിയിരിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ ആ ഒരു സംഘടനയുടെ പേര് നമ്മൾ പഠിച്ചു. നിഹോൺ ഹിൻഡൻക്യോ എന്നതാണ് സംഘടനയുടെ പേര്. നിഹോൺ ഹിൻഡൻക്യോ എന്നതാണ് സംഘടനയുടെ പേര്. ഇതൊരു ജപ്പാനീസ് സംഘടനയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ജപ്പാനീസ് സംഘടനയാണെന്ന കാര്യം ഓർത്തിരിക്കുക. നിഹോൺ ഹിൻഡാൻകോ എന്നാണ് സംഘടനയുടെ പേര്. നിഹോൺ
ഹിൻഡാൻഗോ എന്നാണ് സംഘടനയുടെ പേര്. ഹിൻഡാൻഗ്യോ എന്നാണ് സംഘടനയുടെ പേര്. ഹിൻഡാൻഗ്യോ എന്നാണ് സംഘടനയുടെ പേര്. ഇതൊരു ജപ്പാനീസ് സംഘടനയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഹിരോഷിമയിലും നാഗസാക്കിയിലെയും അണുബോംബ് സ്ഫോടനം അതിജീവിച്ചവരുടെ സംഘടനയാണ് നിഹോൺ ഹിൻഡാൻഗ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നിഹോൺ ഹിൻഡാൻഗ്യോ എന്ന് പറയുന്ന ഈ ഒരു സംഘടനയുടെ മറ്റൊരു പേര് ഹിബാകുഷ എന്നാണ്. ഈ ഒരു സംഘടനയുടെ മറ്റൊരു പേരാണ് ഹിബാകുഷ എന്ന പേരും കൂടെ ഓർത്തിരിക്കുക. അതേപോലെ ഈ ഒരു സംഘടന രൂപം കൊണ്ടത് 1956. 1956 ഹിരോഷിമയിലും നാഗസാക്കിയിലും ആണവാക്രമണം നടന്ന് 11 വർഷത്തിന് ശേഷമാണ് സംഘടന രൂപം കൊണ്ടത്. ജപ്പാന്റെ ആണവാക്രമണ അതിജീവിതരുടെ ഏക രാജ്യാന്തര സംഘടനയാണ് നമ്മളിവിടെ പരിചയപ്പെടുന്ന ഹിബാകുഷ, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് നിഹോൺ ഹിൻഡാൻഗ്യോ. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് നിഹോൺ ഹിൻഡാൻഗ്യോ ആണ്. അതിന്റെ മറ്റൊരു പേരാണ് ഹിബാകുഷ എന്ന പേരും കൂടെ ഓർത്തിരിക്കുക. ജപ്പാനിലെ ആണവാക്രമണ അതിജീവിതരുടെ ഏക രാജ്യാന്തര സംഘടനയാണിത്. ആണവായുധ രഹിത ലോകം കൈവരിക്കാനുള്ള ശ്രമങ്ങൾക്കായിട്ടാണ് ഇവർക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ആണവായുധ ലോകം കൈവരിക്കാനുള്ള ശ്രമങ്ങൾക്കായിട്ടാണ് ഇവർക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത നമ്മൾ റിവൈസ് ചെയ്യാൻ പോകുന്ന സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കെന്നാണ്. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച സൗത്ത് കൊറിയ എഴുത്തുകാരിയായിട്ടുള്ള ഹാൻ കാങ്ങിനാണ്. അത് കൃത്യമായിട്ട് ആ രാജ്യത്തിന്റെ പേരൊക്കെ ഓർത്തിരിക്കണം. ഹാൻ കാങ് എന്ന പേര് ഓർത്തിരിക്കുക. നമ്മൾ സാഹിത്യമൊക്കെ എഴുതുന്നത് ഹാൻഡ് കൊണ്ടാണെന്ന് ഓർപ്പിച്ചാൽ മതി. ഹാൻ കാങ് എന്ന പേര് നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് സൗത്ത് കൊറിയ ഈ എഴുതിനോടൊപ്പം എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇങ്ങനെ കുറിക്കുന്നുണ്ടെന്നും കൂടെ ഓർപ്പിച്ചാൽ സൗത്ത് കൊറിയ എന്ന് ഓർത്തിരിക്കാം. ചിലപ്പോൾ നോർത്ത് കൊറിയ നമ്മുടെ ഓപ്ഷൻ ഉണ്ടായിരിക്കും, പ്രത്യേകം ശ്രദ്ധിക്കുക. സൗത്ത് കൊറിയ, നോർത്ത് കൊറിയ മൊത്തം അലമ്പല്ലേ, ഫുള്ള് നമ്മുടെ മറ്റേ ചങ്ങായിയുടെ പരിപാടിയല്ലേ. അപ്പൊ അതുകൊണ്ട് അവിടെ ഇങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ലാന്ന് ഓർത്തിച്ചാൽ മതി. ഹാൻകാങ് ആണ് ഇവിടെ നമ്മുടെ ആള് എന്ന് ഓർത്തിരിക്കുക. സൗത്ത് കൊറിയയാണ് ഇദ്ദേഹത്തിന്റെ രാജ്യം എന്ന കാര്യം ഓർത്തിരിക്കുക. രാജ്യം ഏതാണ്? സൗത്ത് കൊറിയ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഹാൻകാങ് എന്ന് പറയുന്നത് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ്. ഇനി സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്ന 18ാമത് വനിതയാണ്. ആദ്യ ഏഷ്യൻ വനിത എന്നൊരു പ്രത്യേകതയുണ്ട്. ആദ്യ ഏഷ്യൻ വനിതയാണ് കേട്ടോ. ആദ്യ ഏഷ്യൻ വനിത. അപ്പൊ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ് ആര്? ഹാൻ കാങ് എന്ന് പറയുന്നത്. നമ്മളിവിടെ പരിചയപ്പെടുന്നത് ഹാൻ കാങ് ആണ്. ഹാൻ കാങ് എന്താണ്? സാഹിത്യത്തിലുള്ള നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യത്തെ ഏഷ്യൻ വനിതയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി സാഹിത്യത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഏഷ്യൻ വനിതയാണ് ആര്? ഹാൻ കാങ് എന്ന് പറയുന്നത്. അപ്പൊ നിലവിൽ 2024 ഹാൻ കാങ് എന്ന് പറയുന്ന പേര് ഓർത്തിരിക്കുക. ഇനി ഇവരുടെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ദി വെജിറ്റേറിയൻ എന്ന് പറയുന്നത്. ദി വെജിറ്റേറിയൻ എന്ന് പറയുന്നത് ഇവരുടെ കൃതിയാണ്. ദ വെജിറ്റേറിയൻ എന്ന് പറയുന്നത് ഹാൻ കാങ്ങിന്റെ കൃതിയാണ്. അതുപോലെ വൈറ്റ് ബുക്ക് എന്ന് പറയുന്നത് ഹാൻ കാങ്ങിന്റെ കൃതിയാണെന്ന് കാര്യം ഓർത്തിരിക്കുക. അതുപോലെ ബേബി ബുദ്ധ എന്ന് പറയുന്നത് ഇവരുടെ കൃതിയാണ്. ബേബി ബുദ്ധ എന്ന് പറയുന്ന ഇവരുടെ കൃതിയാണ്. മംഗോളിയന്മാർക്ക് എന്ന് പറയുന്ന ഇവരുടെ കൃതിയാണ്. മംഗോളിയന്മാർക്ക് ഇവരുടെ കൃതിയാണ്. ഇതിൽ ഈ ദ വെജിറ്റേറിയൻ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ദ വെജിറ്റേറിയൻ എന്ന് പറയുന്നത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇത് വെജിറ്റേറിയൻ എന്ന് പറയുന്നത് മലയാളത്തിലേക്ക് മൊഴി മാറ്റിയിട്ടുണ്ട്. CV ബാലകൃഷ്ണനാണ് ഇത് മലയാളത്തിലേക്ക് മൊഴി മാറ്റിയത് CV ബാലകൃഷ്ണനാണ്. ബേബി ബുദ്ധ, ദ വെജിറ്റേറിയൻ എന്നീ കൃതികളൊക്കെ എന്താണ്? ചലച്ചിത്രങ്ങളാക്കിയിട്ടുള്ള കൃതിയാണ് ഈ പറയുന്ന ബേബി ബുദ്ധ, അതുപോലെ തന്നെ വെജിറ്റേറിയൻ തുടങ്ങിയ കൃതികൾ എന്ന കാര്യം ഓർത്തിരിക്കുക. ബേബി ബുദ്ധ, വെജിറ്റേറിയൻ തുടങ്ങിയ കൃതികൾ എന്താണ്? ചലച്ചിത്രം ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവരുമായി ബന്ധപ്പെട്ടിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇതിൽ ഒരു പോയിന്റ് കൂടെ ഓർത്തിരിക്കുക. ഈ 2020 ഈ ഒരു പോയിന്റ് ഓർക്കുക. 2016 ഈ വെജിറ്റേറിയൻ എന്ന് പറയുന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ട ഹാൻ കാങ് എന്ന് പറയുന്ന വ്യക്തിയുടെ വെജിറ്റേറിയൻ എന്ന് പറയുന്ന നോവലിന് 2016 എന്ത് ലഭിച്ചിട്ടുണ്ട്? ഈ പറയുന്ന മാൻ ബുക്കർ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ ഈ വൈറ്റ് ബുക്ക് എന്ന് പറഞ്ഞ കൃതിയുണ്ടല്ലോ, ദ വൈറ്റ് ബുക്ക് എന്ന് പറയുന്നത് ഇവരുടെ ഒരു ആത്മകഥാപരമായിട്ടുള്ള രചനയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. വെജിറ്റേറിയനാണ് മാൻ ബുക്കർ കിട്ടിയത് 2016. വൈറ്റ് ബുക്ക് എന്ന് പറയുന്നത് ഇവരുടെ ആത്മകഥാപരമായിട്ടുള്ള രചനയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ പറയുന്ന സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ റിവിഷൻ ചെയ്യാനുള്ളത്. എല്ലാ കാര്യങ്ങളും റിവിഷൻ ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ക്ലാസ് നമുക്ക് തുടർന്നുള്ള കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.